share the word of God with you. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കടന്നു വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. What I want to speak is stay long enough with God that you might have the anointing, mighty dynamic of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാൻ നമ്മൾ തയ്യാറായാൽ നാം ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള നിറവും നമുക്ക് പ്രാപിക്കാൻ കഴിയും. This is not a time for age. This is not a time for intelligence. This is not a time whether you're good enough. It is not important whether you're good enough. God is more than enough. ഇത് പ്രായത്തിന്റെ സമയമല്ല, ഇത് പക്വതയുടെ സമയമല്ല, ഇത് മറ്റൊന്നിന്റെ സമയമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമത്രേ. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ സമയമത്രേ. I don't care whether you're male or female. I don't care whether you're educated or uneducated. I don't care whether you're rich or poor. I don't care whether you come from a city or from a village. God says, I'm going to anoint you. The power is not of you. The power is of me. ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ചെവി തുറന്ന് ശ്രദ്ധിക്കുക. ഇന്ന് പകൽ നീ ആണോ പെണ്ണോ എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല, നീ പുരുഷനോ സ്ത്രീയോ എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല, നീ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല, നീ ഏത് സ്ഥലത്ത് നിന്ന് വന്നു എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത് അവന്റെ ആത്യന്തിക ശക്തി ഇന്ന് പകൽ അവൻ നിന്റെ മേൽ പകരുന്ന പകരത്രേ. Somebody shout hallelujah. Hallelujah. Somebody shout hallelujah. എല്ലാവരും ഉച്ചത്തിൽ hallelujah. Somebody that's hungry for God shout hallelujah. ഇന്ന് പകൽ വിശപ്പുള്ളവരെല്ലാം hallelujah പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. Spirit of the living God, we call upon you to speak to us this morning through your word. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. My God, we can't speak without you. ഇന്ന് പകൽക്കാലം അവിടുത്തെ സാന്നിധ്യമല്ല ഞങ്ങൾക്കൊന്നും വയ്യ. For if I speak, it's information. കാരണം ഞാൻ പറഞ്ഞാൽ കർത്താവേ അത് കേവലം കുറെ ഉപദേശങ്ങൾ മാത്രമായിരിക്കത്തുള്ളൂ. But if you speak, it's revelation. ഇന്ന് പകൽ അവിടുന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്കറിയാം അവിടുന്ന് വെളിപ്പാടിന്റെ മണ്ഡലങ്ങളെ തുറക്കാൻ പോകുകയാണ്. And these young people have come not to receive information, they came to receive revelation. കർത്താവേ അവിടുത്തെ ജനം ഇന്ന് പകൽ അവിടുത്തെ മുമ്പാകെ ഇരിക്കുന്നത് കുറെ വിവര സാങ്കേതിക വിദ്യകളെ പറ്റി മനസ്സിലാക്കാനല്ല, അങ്ങയുടെ വെളിപ്പാടുകളുടെ ആധിക്യം ലഭിക്കാൻ വേണ്ടിയാണല്ലോ. Oh God, we ask that you will speak to us from the power of your throne. ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനത്തിന്റെ ആഴമേറിയ ശക്തിയിൽ നിന്ന് അവിടെ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. We pray, oh God, that you will give us the seeing eye and the hearing ear, that we might know God is in the land. ദൈവമേ ഈ രാജ്യത്തുണ്ടെന്ന് ജനം തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ഇന്ന് പകൽ അവിടുന്ന് ഇവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. We pray, oh God, that your anointing will break every yoke in this place. ദൈവമേ അവിടുത്തെ വചനത്തിൽ പറയുന്ന അനുസരിച്ചുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ഇന്ന് പകൽ ഏതെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. The only way to get filled with the mighty dynamic of the Holy Spirit is when you stay long enough with God in the secret place. ആവശ്യത്തിലധികം സമയം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ അകത്തളത്തിൽ വസിക്കുന്നവന്റെ മേൽ അത്രേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. For the Bible says in Psalm 91 and verse 1, ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 91:1 ഇങ്ങനെ പറയുന്നു, He that dwells in the secret place of the Most High shall abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ പറ്റി പറയുന്നു. He that dwells in the secret place. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ആരും അറിയാത്ത രഹസ്യ സങ്കേതത്തിൽ പാർക്കുന്നവൻ. What is the secret place? എന്താണ് ആ രഹസ്യ സങ്കേതം? What do you think is the secret place? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? രഹസ്യ സ്ഥലം എന്ന് പറയുന്നത് The Bible says ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. in Colossians chapter 3 കൊലോസ്യ ലേഖനം 3-ാം verse 2, അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. It says, set your affections on things above, not on things on this earth. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിപ്പിൻ, ഭൂലോകത്തിലുള്ള അന്വേഷിക്കാതെ. For your life is hidden with Christ in God. കാരണം നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. So the secret place is Christ. ആ ക്രിസ്തുവാണ് നമ്മുടെ രഹസ്യ സങ്കേതം എന്ന് പറയുന്നത്. The secret place is Christ. ആ രഹസ്യ സങ്കേതം യേശു ക്രിസ്തു തന്നെയാണ്. Your life is hidden with Christ in God. നിങ്ങളുടെ രഹസ്യ സങ്കേതത്തിൽ ദൈവത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് അകത്ത് മറഞ്ഞിരിക്കുന്നു. Are you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
So if you are going to make an impact in the world, you must stay with Christ. ലോകത്തിൽ ഒരു സ്വാധീനം ചെലുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവത്തിന്റെ ഭക്തനും ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകണം. In the Gospel of John chapter 15 it says, I am the vine, you are the branches, but if you abide in me you will bear much fruit, but if you are without me you cannot do anything. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അവനോട് ചേർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത ആ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. I am the vine, you are the branches. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു യേശുവോട് പറയുന്നു. Hello. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Shout, I am a branch. ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, ഞാനൊരു കൊമ്പാകുന്നു. Touch your neighbor and say, you're a branch. നിങ്ങളുടെ അടുത്തുള്ളയാളെ തൊട്ടിട്ട് പറ, നിങ്ങൾ ഒരു മുന്തിരിവള്ളിയുടെ കൊമ്പാകുന്നു. You're a branch. You are a branch. You're a branch. നിങ്ങൾ ഒരു കൊമ്പാണെന്ന് പറഞ്ഞാട്ടെ. The vine is the life producer. The branch is the fruit bearer. ശ്രദ്ധിക്കുക. Write it down. മുന്തിരി വള്ളിയാണ് ജീവൻ കൊണ്ടുവരുന്നത്, പക്ഷേ ഫലം പുറപ്പെടുവിക്കുന്നത് കൊമ്പുകളാണെന്ന് ഓർക്കുക. Now, since I'm going to be teaching throughout this day, I would like you to write down. ഞാൻ ഇന്ന് പകൽ നിങ്ങളെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊക്കെ എഴുതുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Because I believe we are in the last days. കാരണം ഞാൻ വിശ്വസിക്കുന്നു നാം കാലഘട്ടത്തിന്റെ അവസാന സമയത്തേക്ക് വന്നിരിക്കുകയാണ്. And it is what you will do with this teaching over the last 3 days that will change your ministry, your life and your future forever. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ തുറന്നുള്ള ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. These 3 days that has been chosen not by the organizers of Gen Next. It was chosen by God, breathed in Gen Next, and Gen Next has arranged it, but it's God's divine appointment for every one of you to take you from one level to the next level. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരന്മാർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു, നിങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇത് ക്രമീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. എന്തിനാണെന്നറിയാമോ? ഇവിടെ നിന്ന് ദൈവത്തിന് വലിയ ശക്തി ദൈവം ചിലരുടെ മേൽ പകർന്നിട്ട് അവരെ ഈ ജനറേഷന്, ഈ കാലഘട്ടത്തെ തിരുത്തുന്നവരാക്കി മാറ്റുവാൻ. So don't miss everything that God is saying for you in these last days. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാ എന്തു പറയുന്നു ഒറ്റ ഒരു വാക്ക് പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. Because this is the most important moment of your life. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ചില ദിവസങ്ങളാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. When an opportunity comes to you, when a moment comes, you got to seize the moment. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അവസരം കടന്നു വരുമ്പോൾ, ദൈവം ഒരു അവസരം നിങ്ങൾ നൽകുമ്പോൾ അത് നിങ്ങൾ പിടിച്ചെടുക്കുന്നവരായി മാറണം. Because if you miss the moment, it will not come again. കാരണം നിങ്ങൾ ആ അവസരത്തെ നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷേ ആ അവസരം വീണ്ടും മടങ്ങി വരില്ല എന്ന് ഓർക്കണം. Let me say that again. ഞാനത് ഒരിക്കൽ കൂടെ പറയട്ടെ. If we miss the moment, it will never come again. നിങ്ങൾ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തിയാൽ ആ അവസരം പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല. Kodak, the camera industry, said that we can freeze the moment in their advertisements. കൊഡാക് ക്യാമറയുടെ അവരുടെ അഡ്വർടൈസ്മെന്റിൽ, അവരുടെ പരസ്യ പ്രചരണത്തിൽ അവർ പറയുന്നത് ആ അവസരത്തെ ഒപ്പിയെടുക്കുക എന്നാണ് അവർ പറയുന്നത്. But that's a lie. പക്ഷേ അതൊരു തെറ്റായ ഒരു വാക്യമാണ്. That's a lie. അതൊരു തെറ്റായ വാക്യമാണ്. You cannot freeze the moment. നിങ്ങൾക്ക് ആ സമയത്തെ ഘനീഭവിക്കുവാൻ കഴിയുകയില്ല. You can only freeze the memory of the moment. ആ അവസരത്തിന്റെ ഓർമ്മകളെ മാത്രമേ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. How many of you understanding what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? For example, ഒരു ഉദാഹരണം ഞാൻ പറയാം. I and my brother take a photograph over here. ഞങ്ങൾ രണ്ടുപേരോട് ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് ചിന്തിക്കുക. Kodak has freeze not the moment, only the memory of the moment. ഈ അവസരത്തെ അല്ല കൊഡാക്ക് അവരുടെ ക്യാമറയിലേക്ക് പകർത്തിയെടുക്കുന്നത്, മറിച്ച് ഈ അവസരത്തിന്റെ ആ സമയത്തെയാണ് അവർ ഒപ്പിയെടുക്കുന്നത്. When I look at the photograph, it's not the moment that has freeze, it's the memory of the moment that we stood together. പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആ ഫോട്ടോ കാണുവാൻ എനിക്ക് അവസരം വരുമ്പോൾ ആ അവസരത്തെ അല്ല ഞാൻ കാണുന്നത്, അവസരത്തിന്റെ കോപ്പി ചെയ്ത സമയത്തെയാണ് കാണുന്നത്. 1 year later, ഒരു വർഷം കഴിയുമ്പോൾ, let's say Gen Next is having the similar meeting next year. അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ വെച്ച് ഈ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ, and let's believe we are both again here, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും നിൽക്കുകയെന്ന് ചിന്തിക്കുക. and the same cameraman comes, അതേ ക്യാമറമാൻ വരുന്നു, and takes the same photo, അദ്ദേഹം തന്നെ ഫോട്ടോ in എടുക്കുന്നു, the same place, ഇതേ സ്ഥലത്ത്. is it the same moment? അത് ആ സമയമാണോ അത്? No, ഒരിക്കലുമല്ല. അത് മറ്റൊരു അവസരമാണ്. it's a total different moment.
അത് വളരെ വ്യത്യസ്തമായ മറ്റൊരു അവസരമാണ്. Today ഇന്ന് പകൽ is the moment where God is going to pour into you the revelation of His word. You gotta seize it. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ പോലും നഷ്ടമാക്കരുത്. അതിനെ പിടിച്ചെടുത്തോണം, ഒപ്പിയെടുത്തോണം. കാരണം അത് പിന്നീട് പ്രയോജനപ്പെടും. The Bible says ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു that there was a lady that came into the house of Simon, a Pharisee. പരീശനായ ശീമോന്റെ ഭവനത്തിൽ ഒരു സ്ത്രീ വരുന്നു. And she came because Jesus was in the house. അവൾ അവിടെ വരാൻ കാരണം യേശു ഭവനത്തിൽ ഉണ്ട് എന്നുള്ള അറിവാണ് അവളെ അവിടെ കൊണ്ടുവന്നത്. Now the moment they saw her, they said, "Sinner woman," because she was a sinner. അവളെ കണ്ട മാത്രയിൽ പരീശന്മാർ പറയുകയാണ്, ഓ പാപിനിയായ സ്ത്രീ. But they said, what is he doing with a sinner woman? അവൻ ആ പാപിയായ സ്ത്രീയോട് എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. But you see, she would not let their mockery, she would not let their accusation, she would not let their condemnation stop her from coming to Jesus. She said, I did not come to listen to you, I came to meet Jesus. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരവളെ പറ്റി എന്ത് വിമർശനം ഉയർത്തുന്നു എന്നുള്ളതല്ല അവൾക്ക് വിഷയം, ആരവളെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതല്ല അവൾക്ക് വിഷയം. അവൾ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്, എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. അവൾ മുന്നോട്ട് തന്നെ പോകുകയാണ്, അവളെ തടയുവാൻ ആർക്കും കഴിയുന്നില്ല. She was the only woman in the meeting. ആ കൂട്ടായ്മയിലെ ഏക സ്ത്രീയാണ് അവൻ. All the others were men. എല്ലാവരും മറ്റുള്ളവരെല്ലാം പുരുഷന്മാരാണ് ആ ഭാഗത്തിൽ കാണുന്നത്. The Jews were only men minded, never women minded. അവർ എപ്പോഴും പുരുഷന്മാരെ പ്രാതിനിധ്യം കൊടുക്കുന്നവരായിരുന്നു യഹൂദന്മാരെല്ലാവരും. In that day women were children producing machines. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ഒരു യന്ത്രമായിരുന്നു സഹോദരിമാർ. But in the kingdom they had nothing to do. പക്ഷേ രാജ്യത്തിൽ അവർക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ലായിരുന്നു. But this woman പക്ഷേ ഈ സ്ത്രീ was different. അവർ വളരെ വ്യത്യസ്തയാണ്. Every sister say, I am different. എല്ലാ സഹോദരിമാരും പറഞ്ഞാട്ടെ, ഞാൻ വ്യത്യസ്തയാണ്. ഓ ഈശ്വര ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ വ്യത്യസ്തയാണ്. Look at your neighbor and say, are you different? നിങ്ങളുടെ അടുത്തുള്ള ആളോട് ചോദിച്ചാൽ നിങ്ങൾ വ്യത്യസ്തയാണോ? Are you different? നാണക്കേടൊന്നും തോന്നണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോ. Now I know you're not used to this kind of interaction, but this is the way I preach, so you better excuse me. നിങ്ങൾ ഈ തരത്തിലുള്ള ചിലപ്പോൾ പ്രസംഗങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണത്തില്ല. ഞാൻ പക്ഷേ പരിശുദ്ധാത്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാനാണ്. So I make you talk with each other, so you better get used to me. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ. Otherwise you pray that I will be raptured right now. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നെ കർത്താവ് ഉടലോടെ സ്വർഗ്ഗത്തിലോട്ട് എടുക്കണം. Are you there? എന്ത് പറ്റി? See, this woman was different because she made up her mind, I'm coming to the Lord to get my deliverance. ഇവളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുത്തു. ഒരു ചിന്ത ഇവളുടെ ഉള്ളിൽ അവൾ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഞാൻ വന്നിരിക്കുന്നത് ഒരു രൂപാന്തരത്തിന് വേണ്ടി അത്രേ, ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ്. So if you want to make a difference, don't bother about people. നിങ്ങൾ ഒരു വ്യത്യാസം ആഗ്രഹിക്കുന്നു, ആരെയും ശ്രദ്ധിക്കരുത്, ആരുടെ വിമർശനങ്ങളെ ശ്രദ്ധിക്കരുത്. People can talk, that's all. ഒരു മനുഷ്യന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എതിരായി സംസാരിക്കാനേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും പറ്റത്തില്ല, സംസാരം മാത്രം. They'll tell you you're no good. അവർ പറയും നിങ്ങൾ മോശമാണ്, you can't preach, ഓ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, you don't have education, നിനക്ക് വിദ്യാഭ്യാസമില്ല, you're only 10th pass, നീ 10ാം ക്ലാസ് മാത്രമല്ലേ. But you can say, shh, I came to meet Jesus. പക്ഷേ ഒരു കാര്യം പറഞ്ഞോണം, മിണ്ടാതിരിക്കുക, ഞാൻ യേശുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. I didn't want to hear your word, I came to hear the word of the Lord. നിന്റെ ശബ്ദം കേൾക്കാനല്ല, യേശുവിന്റെ ശബ്ദം കേൾക്കാനത്രേ എനിക്ക് ആഗ്രഹം. നിന്റെ പകൽ പറ, oh Jesus. So she said, this is my moment. അവൾ പറയുകയാണ്, ഇത് എന്റെ സമയമാണ്. And nobody can stop me from getting my miracle. ആരൊക്കെ ശ്രമിച്ചാലും എന്നെ എന്റെ അത്ഭുതത്തിൽ തടയുവാൻ ഉലകത്തിൽ ഒരുവനും കഴിയില്ല. ഇത് എന്റെ സമയമത്രേ. വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചാട്ടെ. Jesus, ഇത് എന്റെയും യേശുവിന്റെ സമയമാണ്. Not between you and the Pharisees. വേറെ പരീശന്മാരെ കണ്ടിരിക്കേണ്ട സമയമല്ല. Not between you and the church. സഭയിൽ ഒതുങ്ങേണ്ട സമയമല്ല. Not between you and religion. നീയും ജാതിയും തമ്മിലുള്ള സമയമല്ല. It is you and Jesus. ഇത് യേശുവും നീയും തമ്മിലുള്ള സമയമാണ്. You can look at religion and say, shut up. ഇന്ന് പകൽ മതത്തെ നോക്കി പറ, മിണ്ടരുത്. You can look at the church and say, be silent. സഭയെ നോക്കി പറ, ശബ്ദിക്കരുത്. Because what I want is not church. What I want is Jesus. ഇന്ന് പകൽ എനിക്ക് വേണ്ടിയ സഭയോ
മതമോ പരീശന്മാരോ അല്ല, എനിക്ക് വേണ്ടത് യേശു അത്രേ. We need only Jesus. എനിക്ക് വേണ്ടത് യേശുവാണ്. The power is in the name of Jesus. ആ ശക്തിയിലത്രേ, യേശുവിന്റെ നാമത്തിലത്രേ ശക്തി I ഇരിക്കുന്നത്. want to tell you something. Come to Jesus. ഇന്ന് പകൽ ഞാൻ ചില പ്രാപിപ്പാനാ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. So she came. അവൾ വന്നു. And she broke the alabaster box. അവൾ അവളുടെ കയ്യിലിരുന്ന വെങ്കൽ ഭരണി പൊട്ടിക്കുകയാണ്. And she poured it on his head. ആ മുഴുവൻ വെങ്കൽ ഭരണിയിലുള്ള തൈലവും അവന്റെ മേൽ ഒഴിക്കുകയാണ്. She knelt down. അവൾ മുട്ടിലിരുന്നു. And she washed his feet with her tears. യേശുവിന്റെ കാലുകൾ അവൾ കണ്ണുനീർ കൊണ്ട് കഴുകുകയാണ്. Then she took her hair, the glory of a woman. It is the glory of a woman. ആ മുടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മഹത്വം ഇരിക്കുന്ന സ്ഥലമാണ്. This never happens anywhere in a public place where a woman will take her glory and wipe the feet of a man. ഇന്ന് വരെയും ഒരു ചരിത്രത്തിലും ഒരു സ്ത്രീ തന്റെ തലമുടി അഴിച്ച് ഒരു പുരുഷന്റെ കാല് തൂത്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? But listen. പക്ഷെ ശ്രദ്ധിക്കുക. She said, അവൾ പറയുന്നു, I am willing to trade my glory for his glory. എന്റെ മഹത്വം യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി വെച്ചൊഴിയാൻ ഞാൻ തയ്യാറത്രേ. She said, it's not about my glory. അവൾ പറയുകയാണ്, എന്റെ മഹത്വമല്ല എനിക്ക് വിഷയം. It's about his glory. എനിക്ക് യേശുവിന്റെ മഹത്വമാ വിഷയം. And so I will take my glory and wipe his feet so that he might anoint me with his glory. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ മഹത്വത്തെ തറയിലിട്ട് തൂക്കുകയാണ് എന്റെ യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Hallelujah. 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 You must understand the moment comes when you will give up your fame, when you will give up your name, when you will give up your glory for the surpassing glory of Jesus. Our glory changes, but Jesus' glory never changes. ചിന്തിക്കുക, നീ എപ്പോൾ നിന്റെ മഹത്വം യേശുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമോ, നീ എപ്പോൾ നിന്റെ പ്രശംസ യേശുവിന് വേണ്ടി വെച്ചുമാറുവാൻ തയ്യാറാകുമോ, അതായിരിക്കും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. Hallelujah. Touch your neighbor and say, give him your glory. അടുത്തുള്ളവരോട് പറ, മഹത്വം ദൈവത്തിന് കൊടുത്തോണം. Glory. സ്വയം മഹത്വമൊക്കെ വിട്ടുകളഞ്ഞാൽ സ്വയം മഹത്വം വിട്ടുകള. Brothers, give him your glory. നിങ്ങളുടെ മഹത്വം യേശുവിന് കൊടുക്കുക. Sisters, give him your glory. സഹോദരിമാരെ, മഹത്വം യേശുവിന് കൊടുക്കുക. Hallelujah. Hallelujah. Because when you give him the glory, he will give you the power. ഇന്ന് പകൽ നീ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിന്റെ മഹത്വത്തെ അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ നീ പിടിച്ചു മേടിച്ചോണം. ഇവിടെയുണ്ടോ? You cannot worship him one time a week and expect him to move on a Sunday. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തെ ആരാധിച്ചിട്ട് ബാക്കി എല്ലാ സമയം ശക്തി വേണമെന്ന് പറഞ്ഞ പരിപാടി നടക്കത്തില്ല. When there is a worship leader, ഒരു ആരാധന നേതൃത്വം കൊടുക്കുന്ന ഒരു ദൈവദാസൻ, good music, നല്ല മ്യൂസിക്കും ഒക്കെ ഉള്ളപ്പം, a corporate anointing, അപ്പോൾ ഒരു കൂട്ടായ ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഉണ്ടാകുമ്പോൾ it's easy to praise. വളരെ എളുപ്പമാണ് ദൈവത്തെ സ്തുതിക്കാൻ. But when I don't have an instrument, പക്ഷേ ഒരു മ്യൂസിക് ഉപകരണം ഇല്ലാതിരിക്കുമ്പോൾ, when I don't have a guitar, ഒരു ഗിറ്റാർ ഇല്ലാതിരിക്കുമ്പോൾ, when I don't have a worship leader, എനിക്ക് എന്റെ കൂടെ ആരാധിപ്പാനോ നേതൃത്വം നൽകാനോ ഒരു സഹോദരൻ ഇല്ലാതിരിക്കുമ്പോൾ, when my heart is broken, എന്റെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ, when I have problems, എന്റെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, if I can lift up my hands and അന്നേരം worship, എനിക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ അതത്തെ യഥാർത്ഥ ആരാധന. then you will receive what the woman received. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ കഴിയും. Please listen. ശ്രദ്ധിക്കുക. When she broke the alabaster ointment, അവൾ ആ വെങ്കൽ ഭരണി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ, you know what happened? എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? She changed the atmosphere. അവൾ ആ സാഹചര്യത്തെ, ആ അനുഭവത്തെ തന്നെ മാറ്റി. Amen. Watch this. ശ്രദ്ധിക്കുക. All of a sudden, പെട്ടെന്ന് the whole room was filled with the fragrance of a perfume. ആ റൂമിലുള്ള അന്തരീക്ഷം മാറി. അവൾ ഭരണി പൊട്ടിച്ചു, അന്തരീക്ഷത്തെ അവൾ മാറ്റിയെന്ന് ഓർക്കണം. God is saying to you, ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്നു, will you fill my throne room with the fragrance of your worship? നീ പോകുന്ന ഓരോ മുറികളിലും നീ ആരാധന കൊണ്ട് നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്നവനായി നീ മാറണം. Because if you can
If I can smell the aroma of your praise, I will leave heaven and come down, because I live in the praises of my people. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവം പറയുന്നത്, നീ ആരാധനയാൽ നിന്റെ മണ്ഡലത്തെ മാറ്റുമ്പോൾ, നിന്റെ സാഹചര്യത്തെ മാറ്റുമ്പോൾ എനിക്ക് സ്വർഗ്ഗത്തിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ മുറിയിലോട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിന്റെ സ്തുതിയെ പ്രാപിക്കാൻ കാരണം ഞാൻ സ്തുതികളിന്മേൽ വസിക്കുന്ന യഹോവയത്രേ. ടച്ചാൽ ദൈവത്തെ മതിമറന്ന് ആരാധിക്കുക. He didn't say you sing, he said shout joyfully. പാടാനല്ല പറഞ്ഞിരിക്കുന്നത്, ഉച്ചത്തിൽ ആർപ്പിടാനാണ് പറഞ്ഞിരിക്കുന്നത്. I'm glad God's got ears to listen to the good singers, and he's got ears to listen to the bathroom singers like me. ഇന്ന് പകൽക്കാലം നല്ല അനുഗ്രഹീതരെ പാട്ടുകാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ പോലെ പാടി ആരാധിക്കുന്ന എന്നെ പോലുള്ളവരെ യേശു കേൾക്കുന്നതിനായി ഇന്ന് പകൽ ഞാൻ യേശുവിനെ മഹത്വം കരയറ്റുകയാണ്. There are so many singers in my church, top singers. എൻ്റെ സഭയിൽ ധാരാളം നല്ല പാട്ടുകാരുണ്ട്. But God said, you sing, I want to hear you. പക്ഷേ ചിലപ്പോൾ ദൈവം പറയും, അവരെല്ലാം നിൽക്കും, നീ ഒന്ന് പാടിക്കുക, ഞാനൊന്ന് കേൾക്കട്ടെ. I said, God, there are so many good professionals. ഞാൻ പറയും, കർത്താവിൽ നല്ല പാട്ടുകാരുള്ളപ്പോൾ ഞാൻ വെറുതെ കഷ്ടപ്പെടണോ? He said, I don't want lip service, I want അവൻ heart. പറയും, എനിക്ക് അധരങ്ങളുടെ ശുശ്രൂഷയല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉയരുന്ന വേദനയുടെ നരക്കത്തിന്റെ ശബ്ദം, സന്തോഷത്തിന്റെയും ഉച്ചസ്തുതികളുടെയും ശബ്ദം അത്ര വേണ്ടിയത്. Can you make a joyful noise? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒന്ന് ദൈവത്തിന് സന്തോഷത്തോടെ ഒന്ന് ആർപ്പിടാമോ? ഹല്ലേലൂയ. God enjoys that better than a good singer, you know. ഇന്ന് പകൽക്കാല കേരളത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ പാടുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം തന്റെ ജന ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് അത്രേ. Is it all right if I get a little bit excited? ഞാൻ ഇച്ചിരി സന്തോഷിക്കുന്നതുകൊണ്ട് വല്ല പ്രയാസമൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? All right. Watch this. എന്തോ ഇത്? Judas യൂദ looked at the ointment ഇതിലേക്ക് നോക്കി. and he said, what a waste. അവൻ പറഞ്ഞു, ഇത് എന്തിനാണ്, വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. This is too costly to be poured. ഓ, ഇത് ഇങ്ങനെ ഒഴിച്ചു കളയാനുള്ളതാണ് ഈ വിലയേറിയ തൈലം. The lady said, സഹോദരി പറയുകയാണ്, nothing that I give is costly, more costly than Jesus. എനിക്കുള്ളതിലെ ഏറ്റവും വിലപിടിപ്പായതിനെ ഇതിനൊക്കെ കൂടുതൽ ഒന്നും എനിക്കില്ല എന്റെ യേശുവിന് കൊടുക്കാൻ. Let me tell you, ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ. worship is costly. ആരാധന വളരെ വിലയേറിയതാ കേട്ടോ, വളരെ മൂല്യമുള്ളതാണ് ആരാധന. Worship is not cheap. ആരാധന വളരെ മൂല്യമില്ലാത്തതാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. It is costly. അത് വളരെ വിലയേറിയതാ. That's why the Bible says in Hebrews chapter 13 and verse 15, offer unto him the sacrifice of praise. It's not just praise, it's a sacrifice. That means it's going to cost you something to praise God. But when you can lose everything to praise him, he will empty everything to fill you. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13:15 പറയുന്നത്, സ്തോത്രമെന്ന യാഗം അവൻ അർപ്പിക്കുക, ആ യാഗത്തെക്കാൾ വിലയേറിയതായി നിനക്ക് ദൈവത്തിന് കൊടുപ്പാൻ മറ്റൊന്നുമില്ലെന്ന് ഈ പകൽ തിരിച്ചറിയുക. Listen, David said, ദാവീദ് പറഞ്ഞു, I will never take anything for free when it is for God. I must buy something that costs me something. ദൈവത്തിന്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും ഒന്ന് ഞാൻ വെറുതെ എടുപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ വല്ലതും കൊടുത്ത് മാത്രമേ ഞാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചില പ്രയത്നത്തിൽ കൂടെ ചിലത് നേടിയെടുപ്പാൻ ആഗ്രഹിക്കുന്നു. I tell you, it must cost you to worship Jesus. ദൈവത്തെ ആരാധിക്കുന്നതിന് നീ ഒരു വില കൊടുപ്പാൻ തയ്യാറാകണം കേട്ടോ. Remember, the theme of my study is the anointing of the Holy Spirit. ഇന്ന് പകൽക്കാലം ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിന്റെ തീം എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അനോയിന്റിംഗിൽ മേലുള്ള. But in order to come to the anointing, I'm working you towards the anointing. നിങ്ങൾ ആ അഭിഷേകത്തിലേക്ക് വരാൻ എത്തുന്നതിന് മുമ്പ് അതിലേക്കുള്ള പാതയാണ് ഇന്ന് പകൽ ഞാൻ നീ പറഞ്ഞുകൊണ്ട് പോകുന്നത്. I am trying to lay a foundation to lead you to the place of power. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള സ്ഥലത്തേക്ക് നടന്ന് നിങ്ങളെ ഇന്ന് പകൽക്കാലം ഞാൻ ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. And so the first principle for the anointing is seize the moment. അഭിഷേകത്തിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവസരത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. When you get the moment, give your all into the moment. ഒരു അവസരം ലഭിക്കുമ്പോൾ ആ അവസരത്തിൽ നിന്നെ തന്നെ മുഴുവനും കൊടുക്കുക. She gave her glory. അവൾ അവളുടെ മഹത്വത്തെ കൊടുത്തു. Tears, which is a അവളുടെ കണ്ണുനീരിനെ കൊടുത്തു. The tears which is a sorrow.
അവളുടെ ദുഃഖത്തിനകത്തുനിന്ന് കണ്ണുനീരിനെ കൊടുത്തു. And she gave her substance, the spikenard, the ointment that was very costly. അവൾക്കുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയ തൈലത്തെ കൊടുത്തു. Worshippers are always costly people. ആരാധിക്കുന്നവർ വിലയുള്ളവരാ കേട്ടോ, വിലയുള്ളവരാ. Hello, can you handle this? നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? In the kingdom of God, ദൈവരാജ്യത്തിനകത്ത് God is not looking for warriors. ദൈവം യോദ്ധാക്കളെ അന്വേഷിക്കുകയാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. He is looking for worshippers. ദൈവം ആരാധകരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Hello. Whenever a worshipper meets with a warrior, the worshipper will always win over the warrior. എപ്പോൾ ഒരു യോദ്ധാവിനെ ഒരു ആരാധകൻ കണ്ടുമുട്ടുമോ അപ്പോഴെല്ലാം യോദ്ധാവല്ല ആരാധകനത്രേ ജയിച്ചിട്ടുള്ളത്. Let me explain that. ഞാൻ അത് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. David came to bring cheese to his brothers. ദാവീദ് തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണമായി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു. And while he was coming up, അവൻ അങ്ങനെ നടന്നു വരുമ്പോൾ he heard Goliath mocking the people of Israel. ഗോലിയാത്ത് അവിടെ നിന്ന് ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുന്ന ശബ്ദം അവന്റെ കാതുകളിൽ കേൾക്കുന്നു. And he said, who is this uncircumcised Philistine to talk അവൻ അവിടെ നിന്ന് about God? ചോദിക്കുകയാണ്, ആരാണ് ഈ അഗ്രചർമ്മി ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ കരുത്തുള്ളവൻ? Do you have zeal for God? ദൈവത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ആഗ്രഹം, ഒരു വാഞ്ചയുണ്ടോ? Because when you hear something that is against your God, it must hurt you and your zeal must rise up. He said, who is this uncircumcised Philistine to talk about Jehovah God? ഇന്ന് പകൽക്കാലം അവന് പറയാനുള്ളത്, ആരാണ് ഈ അഗ്രചർമ്മി എന്റെ ദൈവത്തെയും ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ? ദൈവത്തിന് എതിരായി എന്തെങ്കിലും ആരെങ്കിലും ഉച്ചരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിപ്പാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആ ധൈര്യം അത്രേ ദൈവം നിന്നിൽ പ്രതീക്ഷിക്കുന്നത്. 9 അടി 4 ഇഞ്ച് നീളമുള്ള ആരെങ്കിലും കണ്ടവരൊന്ന് കൈവർത്തി കണ്ടു? Have you ever met a giant in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഭീകര രാക്ഷസന്മാരെ പോലത്തെ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? He said you are but a youth. He is a warrior from his youth. അവൻ പറയുക, നീ ചുമ്മാ ഒരു കൊച്ചു പയ്യൻ, പക്ഷേ അവൻ പയ്യനായിരുന്നപ്പം മുതലേ യോദ്ധാവാണ്. He said, correction king, you're wrong. അവൻ പറയുന്നു, ഓ രാജാവേ സോറി കേട്ടോ, അങ്ങനെ അല്ല കാര്യം. I am not just a youth. ഞാനൊരു സാധാരണപ്പെട്ട ചെറുപ്പക്കാരനല്ല. He may be a warrior from his youth. അവൻ ചെറുപ്പം മുതലേ യോദ്ധാവായിരിക്കാം. But I am a worshipper from my youth. പക്ഷേ ഞാൻ എന്റെ ചെറുപ്പം മുതൽ എന്റെ ദൈവത്തെ ആരാധിക്കുന്നവനത്രേ. And he said, king, in the kingdom of God, ദൈവരാജ്യത്തിൽ the worshipper will always win over the warrior. Let me fight and I'll prove it to you. അവൻ പറയാ, രാജാവേ ഒരു കാര്യം കൂടെ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ദൈവരാജ്യത്തിനകത്ത് ഏത് യോദ്ധാവിനെയും ദൈവത്തെ ആരാധിക്കുന്നവൻ ആരാധകൻ തോൽപ്പിക്കുമെന്ന് നീ മനസ്സിലാക്കുക. Lift your hand and say, I'm a worshipper. ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി പറ, ഞാനൊരു ആരാധകനാണ്. Come on, I'm a worshipper. ഞാനൊരു ആരാധകനാണ്. Come on, shout, I'm a worshipper. എല്ലാവരും ഉച്ചത്തിൽ പറ, ഞാനൊരു ആരാധകനാണ്. If you are a worshipper, you'll win every fight. നീ ഒരു ആരാധകനാണോ? നീ യുദ്ധങ്ങളെ ജയിക്കും. യുദ്ധങ്ങളെ ജയിക്കും. You will win every fight. നീ എല്ലാ യുദ്ധത്തെയും ജയിക്കും. You will win every fight. നീ ഓരോ യുദ്ധത്തെയും ജയിക്കും. It does not matter who the opponent is. നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ എത്ര വലിയവൻ എന്നുള്ള അല്ല വിഷയം. It does not matter how big he is. അവൻ എത്ര വലിപ്പമുള്ളവനാണ് എന്നുള്ള അല്ല വിഷയം. That's not the problem. അതല്ല കാര്യം. Because a worshipper is a giant to a giant. കാരണം ആരാധിക്കുന്നവൻ സാധാരണക്കാരന് അവനേക്കാൾ വലിയവനത്തെ യോദ്ധാവിനേക്കാൾ വലിയവനാണ് ആരാധിക്കുന്ന ദൈവവൈതൽ. In other words, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, a worshipper is a Goliath to a Goliath. ഒരു ആരാധകൻ ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു ഗോലിയാത്താന്ന് ഓർത്തോണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണം എല്ലാവരും. That means, അതിനർത്ഥം in this place, ഈ സ്ഥലത്ത് I see some giants that are taller than Goliath. ഗോലിയാത്തിനേക്കാൾ വില്ലന്മാരായിട്ടുള്ള ദൈവത്തിന്റെ സേനയെ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഹോളിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. They came to the battleground. യുദ്ധകളത്തിൽ രണ്ടുപേരും ഒരുമിച്ചെത്തുന്നു. Goliath came with the javelin, with the spear, with the shield. ഗോലിയാത്ത് തനിക്കുള്ള കുന്തവും പരിചയും വസ്ത്രവും എല്ലാം ധരിച്ച് നല്ല യോദ്ധാവായിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. David came with
Hallelujah. ദാവീദ് കവണം പിടിച്ചോണ്ട് ഹല്ലേലൂയ പറഞ്ഞു He വരികയാണ്. said, the Lord is my അവൻ shepherd. പറയാ യഹോവ എൻ്റെ ഇടയനാകുന്നു. Here I am to ഓ worship. ഇതാ ഞാൻ ഇവിടെ അങ്ങയുടെ മുമ്പാകെ അങ്ങയെ ആരാധിപ്പാൻ. Here I am to say that you are my ദൈവമേ God. അങ്ങന്റെ രാജാവെന്ന് പറയാൻ ഇതാ ഞാൻ And ഇവിടെ so ആയിരിക്കുന്നു. he began to come to the battlefield singing to Jehovah. He was singing hymns. He was singing psalms. He was worshiping. And Goliath said, what kind of a fight is this? He said, this is a fight between a worshiper. You come with weapons. I come with praise. You come with a spear. I come with hallelujah. Let's fight. ഗോലിയാത്ത് പറയുകയാണ്, എനിക്ക് വേറെവന്റെ കുപ്പായമല്ല വേണ്ടത്. ഞാൻ വരുന്നത് എന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനാണ്. നീ കുന്തവുമായി വരുമ്പോൾ ഞാൻ ഹല്ലേലൂയയായിട്ട് വരികയാണ്. നീ പടച്ചട്ടയുമായി വരുമ്പോൾ ഞാൻ അഭിഷേകമായി വരികയാണ്. Hallelujah. Goliath never knew this kind of a fight. ഈ തരത്തിലുള്ള ഒരു യുദ്ധം ഇന്നുവരെയും ഈ യോദ്ധാവ് കണ്ടിട്ടില്ല. ഒത്തിരി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ കണ്ടിട്ടില്ല. He is used to shooting. അവന് വലിയ വലിയ യുദ്ധങ്ങളെ അറിയത്തുള്ളൂ. He says, where is your weapon? അവൻ പറയും, എടാ എന്നോട് യുദ്ധം ചെയ്യാൻ നിന്റെ കയ്യിൽ എവിടെ ആയുധം? Where is your sword? ഓ നിന്റെ കയ്യിൽ എന്തേ കുന്തമൊന്നും ഇല്ലല്ലോ. He said, you can't see it. അവൻ പറയുന്നു, സോറി നിനക്ക് കാണാൻ വയ്യ കേട്ടോ. I got a two-edged sword in. ഓ എന്റെ ആയുധം എന്റെ അത്തരങ്ങളിൽ എന്റെ ദൈവം തന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ആയുധം. My God, I got a two-edged sword. ഇന്ന് പകൽ ദൈവം വാളിനെ തന്നിരിക്കുന്നത് നിന്റെ വായ്ക്കകത്താണെന്ന് ഓർക്കുക. And the Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, that after the worship, അവൻ ആരാധനയ്ക്ക് ശേഷം it only took one small stone to kill a big giant. നീ നല്ല ആരാധന നടത്തിയേച്ച് വന്നാൽ കൊച്ചു കല്ല് മതി പിശാചിനെ തറയിലിടാൻ. അഭിഷേക പാറയുടെ പിന്നിൽ വരുമ്പോൾ there is no protection. അവൻ നിനക്ക് തന്നെ അവനൊരു ആയുധമായി തീരും. There is no protection for Satan. പക്ഷേ പിശാചേ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ നിന്റെ മുമ്പിൽ നീ എത്രയെല്ലാം ആയുധങ്ങൾ വെച്ചാലും അത് നിഷ്ഫലമായി പോകും. All you got to do is throw the rock and the anointing will sink the rock into the forehead. It's time to kill your giant with the anointing. അഭിഷേക നിന്റെ കയ്യിൽ നിന്ന് നീ ലക്ഷ്യമില്ലാതെ ഒരു കല്ലെറിഞ്ഞാലും നിന്റെ അഭിഷേകം അതിനെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കും. Jesus. Oh. I feel the anointing already. If the anointing is in the introduction, I wonder what will be the conclusion. I tell you, some chairs may be broken today. I tell you, you can't sit in your chairs. When the power of God comes upon you, when the anointing comes upon you, you can't sit. You can't sit. You cannot sit. You cannot sit. Because the power will make. Hallelujah. Oh, hallelujah. Oh God, listen. The Bible says in Exodus chapter 17, Amalekites were fighting against Israel. And Joshua, the best fighter in Israel, was fighting. But watch this. On the mountaintop, Moses, brother, I want you to just lift up your hands, all right? Sit there. All right, I need two brothers to come up forward. Two volunteers. Aaron and Hur to hold up his hands. Watch this. Watch this.
while Joshua was fighting, യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ Moses' hands was lifted up. മോശയുടെ കൈ ഉയർന്നിരിക്കുകയാണ്. And the victory was being won. ഈ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇവിടെ ജയം ദൈവത്തിന്റെ ജനം നേടിക്കൊണ്ടിരിക്കുന്നു. When his hands pain and he put his hands പക്ഷേ ചില വേദന വന്നപ്പോൾ കൈ താത്തിട്ടു. Joshua was losing the fight. യോശുവ ഇവിടെ തോൽക്കാൻ തുടങ്ങി. So God said, പക്ഷേ ദൈവം പറഞ്ഞു, send 2 people to hold up his hands, intercessors. ഒരു കാര്യം ചെയ്യ്. ആമേൻ. Come on. 2 പേരെ അവന്റെ അടുക്കലേക്ക് അയക്കുക. The worshipper is supported by intercessors. നോക്കുക, ആരാധിക്കുന്നവൻ ആമേൻ ഇടിവിൽ നിൽക്കുന്നവനാൽ താങ്ങി നിർത്തപ്പെടുന്നു. When the worship is on, the intercessors are holding up the hands of the worshipper. താങ്ങുന്നവരുമായിട്ട് ആരാധന ഉയരുകയാണ്. And as long as the hands were lifted up, കരങ്ങൾ ഉയർന്നിരിക്കുന്ന സമയത്തോളം the battle was being won in the victory. ദൈവത്തിന്റെ ജനം ജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. The victory came not with the sword of Joshua. ശ്രദ്ധിക്കുക, നിന്റെ വാളിന്റെ ശക്തിയല്ല അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. It came with the worship of Moses. ആരാധിക്കുന്ന മോശയുടെ ജീവിതമാണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. So in order to get the anointing, I must first learn to worship. ഇന്ന് പകൽ എനിക്ക് അഭിഷേകം വേണമോ, ഞാൻ ആരാധിക്കുന്നവനായി മാറണം. Because when you worship the power, ഇന്ന് പകൽ ചില നിമിഷങ്ങൾ എടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടോ. you are my throne. നീ എന്റെ കിരീടമാണ്. You are my throne. നീ എന്റെ കിരീടമാണ്, എന്റെ സീറ്റാണ് നീ. Simhasanam. You are not my crown, you are my throne. ദൈവം പറയുകയാണ്, നീ ഒരു സാധാരണപ്പെട്ട ആളല്ല, നീ എന്റെ ഇരിപ്പടമാണ്. ഇരിപ്പട, ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് നീ. ഞാൻ നിന്റെ ദേഹത്താണ് ഇരിക്കുന്നത്, നിന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ സാധാരണപ്പെട്ട വ്യക്തിയല്ല, യേശുവിനെ ഇരിപ്പാൻ കൊടുത്തിരിക്കുന്ന സ്ഥലമത്ര നീ. Glory to Jesus. And so Jehoshaphat looked at the Lord and said, Lord, 3 enemies against 1. That's not fair. യഹോശഫാത്ത് ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് 3 പേർ ഒരു സൈന്യത്തിന് നേരെയോ, അത് ശരിയല്ല ദൈവമേ, അത് ശരിയാകത്തില്ല. We are praying to you, oh God. ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. We don't know what to do about the enemy. ഇപ്പൊ 3 പേരെ എങ്ങനെ തോൽപ്പിക്കണം എനിക്കറിയത്തില്ല. I look at my military power, it's too weak. ഓ ദൈവമേ, ഞാൻ എന്റെ സേനയെ നോക്കുമ്പോൾ ഇവർ ആകെ തളർന്നിരിക്കുക. I looked at my individual power, it's too weak. എന്റെ കഴിവിലോട്ട് ഞാൻ നോക്കുമ്പോൾ അത് പൂജ്യമായിട്ടിരിക്കുക. God said, ദൈവം പറയുന്നു, Jehoshaphat, യഹോശഫാത്തേ, it's not by might. എടാവേ അത് സൈന്യത്താൽ അല്ല. You know the Hebrew word for might means military power. സൈന്യം എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ മിലിറ്ററിയുടെ വലിയ ഫോഴ്സ് എന്നാണ് അതിനർത്ഥം. Not by military power. ദൈവം പറയുകയാണ്, സൈന്യത്താൽ അല്ല, മിലിറ്ററിയുടെ ശക്തിയാൽ അല്ല. Not by might. ശക്തിയാൽ അല്ല. Secondly, not by power, personal, individual genius. സൈന്യത്താൽ അല്ല, വ്യക്തിപരമായ ശക്തിയാലും അല്ല. But by my spirit. എന്റെ ആത്മാവിനാൽ. You cannot save India, I cannot save India, but the power of the Holy Spirit in you will save India. ഇന്ത്യയെ നേടുവാൻ കഴിയില്ല, പക്ഷേ നേടാൻ കഴിയുന്ന ഒന്ന് നിന്റെ അകത്തുണ്ട്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ. Get the power and India will follow you. ഇന്ന് പകൽ ശക്തി മേടിച്ചോ, ഇന്ത്യ നിന്റെ പുറകെ വരും, നിന്റെ പുറകെ വരും ഇന്ത്യ. If you have the Spirit of God, the nation of India will follow you. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്തുണ്ടോ, നീ ഇന്ത്യ തേടി പോകുകയല്ല, ഇന്ത്യ നിന്റെ പുറകെ വരും, നിന്റെ പുറകെ. Oh Jesus, hallelujah. Yes, yes, yes. Oh, oh, oh. Thank you, Lord Jesus. Watch this. God looked at Jehoshaphat and said, ദൈവം യഹോശഫാത്തിനെ നോക്കിയിട്ട് പറയുക, he spoke through the prophet. നിന്റെ അകത്തിരിക്കുന്ന തമ്പുരാന് നിന്റെ യുദ്ധത്തെ വിട്ടുകൊടുത്താര്, അവൻ ചെയ്യട്ടെ, അവനത് ചെയ്യട്ടെ, അവനത് ചെയ്യട്ടെ. The battle is the Lord's.
യുദ്ധം യഹോവയ്ക്കുള്ളതത്രേ. The victory is mine. പക്ഷേ ജയം എന്റേതാ, ജയം എന്റേതാ. Say that the battle is the Lord's. Para. The president of India ഇന്ത്യയുടെ പ്രസിഡന്റ് will want to know what's happening in the church. ദൈവ സഭകള് ആരാണ്ടൊക്കെ കൊച്ചു സഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് എന്നാ പറ്റിയതെന്ന് നോക്കാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് അവൻ എഴുന്നേക്കുമെന്നാ പറഞ്ഞത്. പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവ സാന്നിധ്യം ഏത് തരത്തിൽ അനുഭവിക്കുന്നു? ഫ്രീ ആയിട്ട് ശരീരങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ശക്തിയേറിയ അഭിഷേകത്തിന് നിറവ് ഈ ഹോളിനകത്ത് ഇന്ന് പകൽ വ്യാപരിക്കുന്നുണ്ട്. Jehoshaphat, the battle is mine, the victory is yours. ദൈവം യഹോശാഫാത്തിനോട് പറയുക, എന്റെ മോനെ യുദ്ധം എനിക്കുള്ളത്, ജയം നീ മേടിച്ചോ, ജയം നീ മേടിച്ചോ, നീ മേടിച്ചോ ജയം, നീ ജയം മേടിച്ചോ, ഞാൻ യുദ്ധം ചെയ്തോളാം, നീ ജയം മേടിച്ചോ. Watch this. ശ്രദ്ധിക്കൂ. From you, all of you come forward please. നിങ്ങൾ എല്ലാവരും ഇന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, വേഗത്തിൽ വന്നേ. All right, stand here. എല്ലാവരും നിരന്ന് നിന്നേ. All right, these are the warriors of Israel. ഇത് ഇസ്രായേലിന്റെ സൈന്യമാണ്. And so Jehoshaphat came to the admirals, the generals, the captains, the army chiefs, and he said, യഹോശാഫാത്ത് തന്റെ സേനയുടെ അഡ്മിറലിനെ വിളിച്ചു, ആർമിയുടെ ജനറലിനെ വിളിച്ചു, മേജറിനെ വിളിച്ചു, ദൈവദാസന്മാരെ വിളിച്ചു, നേതാക്കന്മാരെ വിളിച്ചു, എല്ലാവരെയും നിരത്തി നിർത്തി അവരോട് പറയുകയാണ്. So he said, അവൻ പറഞ്ഞു, listen men of mighty military power. പട്ടാളത്തിന്റെ നേതാക്കന്മാരെ ഉള്ളവരെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. God said the battle is his. ഇപ്പം ഒരു കാര്യം സംഭവിച്ചു. യുദ്ധത്തിന് പോകാൻ നമ്മൾ തയ്യാറായി പോകണ്ടല്ലോ. ഒരു കാര്യം സംഭവിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, യുദ്ധം അവനുള്ളത്. So I want you to take your spears, your swords and your shields and go behind. ഒരു കാര്യം അതുകൊണ്ട് ചെയ്തോ, നിങ്ങളുടെ കുന്തമെല്ലാം എടുത്തോ, പരിചയെല്ലാം കൈ പിടിച്ചോ, എന്നിട്ട് കൊണ്ട് മടക്കി പൂട്ടി വെച്ചോ. Go back. അവിടെ തിരിച്ചങ്ങ് പൊക്കോ. Then he looked at the musician and he said, പാട്ടുകാരനോട് പറഞ്ഞു, നിങ്ങളെ തുടങ്ങിക്കോ, ഇന്നത്തെ ജയം നിങ്ങളുടെ കൈകൊണ്ട്, ഇന്നത്തെ ജയം ആരാധിക്കുന്നവരുടെ കൈകൊണ്ട്, ഇന്നത്തെ ജയം അവൻ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്നത്തെ ജയം സൈന്യത്തിന്റെ അല്ല, ഇന്നത്തെ ജയം ദൈവത്തെ സ്തുതിക്കുന്നവനെയോ, ഇന്നത്തെ ജയം യേശുവിനെ ആരാധിക്കുന്നവനെയോ. ജനമെല്ലാം ദൈവത്തിൽ സന്തോഷിക്കട്ടെ, എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കുകയാണ്, ശക്തി ദൈവത്തിന് ശക്തി വ്യാപരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രാപിക്കുക, ഇപ്പോൾ തന്നെ പ്രാപിക്കുക, 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 പ്രാപിക്കുക. Yes. Worship him, Master Jesus.
they sang, the Bible says God entered into the camp of the enemy and he started to make one fight with another, and each one killed the other, so that by the time Israel reached there, it was only to collect the spoil. God will fight, but you will collect the soul. Hallelujah. ദൈവജനം ദൈവത്തെ പാടി സ്തുതിക്കാൻ ആരംഭിച്ചു. പാട്ടെന്താണെന്നറിയാമോ? ഹലോ പർവ്വതമേ, നീ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നന്നായി. കാരണം ഇന്ന് പകൽ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു ജയമില്ല. നീ എന്റെ മുമ്പിൽ വന്നതുകൊണ്ട് സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ആണിക്കല്ല് കയറ്റ്, ഞാൻ നിന്റെ മേൽ ജയമുണ്ടാക്കും എന്ന് ദൈവജനം ഒന്നിച്ച് പാടിയപ്പോൾ ശത്രുക്കൾ അന്യോന്യം തിരിഞ്ഞ് ഒരുവൻ മറ്റൊരുവനെ കുത്തി പരികൽപ്പിച്ച് കൊന്നുമുടിപ്പാനിടയായി അവർ വിജയം പിടിച്ചു മേടിച്ചുകൊണ്ടേയിരുന്നു. What's the message to you today? ഇന്ന് പകൽ നിന്നോടുള്ള സന്ദേശം എന്താണ്? When you start to worship, നീ ദൈവത്തെ ആരാധിപ്പാൻ ആരംഭിക്കുമ്പോൾ the powers of the enemy will fight with one another. നിനക്കെതിരായി നിൽക്കുന്ന ശത്രുക്കൾ തമ്മിലടിക്കാൻ തുടങ്ങും. They will kill themselves. അവർ തമ്മിൽ കുത്തിക്കൊല്ലാൻ തുടങ്ങും. When you reach the place, നീ സ്ഥലത്തെത്തുമ്പോൾ നിനക്ക് ഒറ്റ ശത്രു പോലും കാണത്തില്ല. all you got to do is collect the souls and bring them to the church. നിനക്ക് യുദ്ധക്കളത്തിൽ ചെന്നിട്ട് ഒറ്റ പണിയെ ബാക്കി കാണത്തുള്ളൂ. കിട്ടുന്നതെല്ലാം പിടിച്ചു മേടിച്ചോണ്ട് സ്ഥലം വിട്ടോ. It's time to bring the souls. Hell will fight with each other. Demons will fight with each other. All the enemies of the faith will fight, but you will collect all the souls, all the men, all the women, all the children. You can bring them to the camp of Israel, into the church. ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചെവി തുറന്ന് കേൾക്കുക. നിനക്കെതിരെയുള്ള യുദ്ധക്കളത്തിൽ പിശാചിന്റെ കുട്ടി സിംഗരന്മാർ തമ്മിൽ കുത്തി ചാകുമ്പോൾ നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. നീ പോയി ജനത്തെ പിടിച്ചോണ്ട് വരിക. നീ പോയി ജനത്തെ പിടിച്ചോണ്ട് വരിക. നീ ജനത്തെ വിടുവിക്കുക. ഞാൻ നിനക്ക് ഏറ്റവും ഉദാത്തമായതും മാന്യമായിട്ടും തരാം. 3 days they stayed collecting and collecting, and they got tired collecting. 3 ദിവസം പിടിച്ചുകൊണ്ടേയിരുന്നു, മേടിച്ചുകൊണ്ടേയിരുന്നു. മടുത്തവരെ പിടിച്ചു മടുത്തു. And they said, if we stay here trying to collect all this spoil, we'll have to stay here forever. അവർ പറഞ്ഞു, ഇത് മുഴുവൻ നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്, ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരും. God is saying to you today, ദൈവം ഇന്ന് പകൽ എന്താ നിന്നോട് പറയുന്നതെന്ന് കേട്ടോ, നല്ല പോലെ കേൾക്കണം. There is so much for you to take that you will get tired and you'll end up collecting so much, because already what you collected in 3 days is too much for all your generations, but I still have them waiting out there. ഈ കാലഘട്ടത്തിൽ നീ പെറുക്കി മടുക്കുമെന്നുള്ളതല്ലാതെ ദൈവം തന്ന് ദൈവം മടുക്കത്തില്ല. നീ നിനക്ക് ആവശ്യത്തിലും അധികം പെറുക്കിക്കോ. ദൈവം ഈ ദിവസങ്ങളിൽ അത് നൽകാൻ പോകുകയാണ്. So we are talking about the anointing of the Holy Spirit coming upon every individual, coming upon every church for this day. ഈ കാലഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ സഭകളുടെ മേൽ അയക്കുന്നു, വ്യക്തികളുടെ മേൽ പകരുന്നു. But the first step is like the woman, seize the moment. പക്ഷേ ഒന്നാമത്തെ കാര്യം ആ സ്ത്രീയെ പോലെ സമയത്തെ പിടിച്ചെടുക്കുന്നവരായി മാറണം, അവസരത്തെ പിടിച്ചെടുക്കുന്നവരായി മാറണം. And then by your worship change the atmosphere. അന്നേരം നിന്റെ ആരാധന ആ മണ്ഡലങ്ങളെ മാറ്റും, ആ പരിസ്ഥിതിയെ മാറ്റും. And when you change the atmosphere, ആ പരിസ്ഥിതി മാറുമ്പോൾ, സാഹചര്യം മാറുമ്പോൾ, God will leave heaven to come to you. God will leave heaven to come to you. ദൈവം സ്വർഗ്ഗത്തെ വിട്ട് നിന്റെ അടുത്തോട്ട് ഇറങ്ങി വരും. And so now when you walk, God is walking. ഇപ്പൊ ഒരു കാര്യം ഓർത്തോണം, നീ നടക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം നിന്നെ നോക്കുകയല്ല, മറിച്ച് നീ നടക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ നടക്കുകയാ. കാരണം ദൈവം നിന്റെ അകത്തോട്ട് ഇറങ്ങി വന്നു. ദൈവം നിന്റെ കൂടെയായി ഇപ്പൊ നടക്കുന്നത്. When you lay your hands on the sick, it's not you, it's Jesus laying his hand on the sick. ഈ നിറവ് പ്രാപിച്ച് പുറത്തിറങ്ങുമ്പോൾ നിന്റെ ബലഹീന കരങ്ങളായിരിക്കത്തില്ല രോഗിയെ തൊടുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കരമായിരിക്കും നീ കരം വെക്കുമ്പോൾ ചലിക്കുന്നത്. When you open your mouth to pray, it's not you praying, but the Holy Spirit praying through you. നീ വാ തുറക്കുമ്പോൾ നിന്റെ അധരമല്ല ചലിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ നിന്റെ അധരങ്ങളിൽ കൂടെ ചലിക്കുന്നത്. When you sit, God sits. നീ ഇരിക്കുമ്പോൾ ദൈവം ഇരിക്കും. When you stand, God stands. നീ എഴുന്നേൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. When you walk, God walks.
നീ നടക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ നടക്കും. When you speak, God speaks. നീ പറയുമ്പോൾ ദൈവം സംസാരിക്കും. And every time God speaks, there will be a creation. പക്ഷേ ഒരു കാര്യം ഓർത്തോ, എപ്പോഴൊക്കെ ദൈവം സംസാരിക്കുമോ അപ്പോഴൊക്കെ സൃഷ്ടിപ്പ് നടക്കും. സൃഷ്ടിപ്പ് പുതുത് ചിലത് കിളുത്തു വരും ദൈവം പറയുമോ. God came upon the genesis of the world. ദൈവം ഉൽപ്പത്തിക്ക് വേണ്ടി ഇറങ്ങി വന്നു, ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് വേണ്ടി. Watch this. ശ്രദ്ധിക്കുക. He saw the earth. അവൻ ഭൂമിയെ നോക്കി. 3 things. 3 കാര്യം. The earth was without form. ഒന്ന്, ഭൂമിക്ക് ഒരു മനോഹരമായ ആകൃതി ഇല്ലായിരുന്നു. Meaning, the Hebrew word means, without form means to be in ruin. ആകൃതി ഇല്ല എന്നുള്ള എബ്രായ പദത്തിന് അർത്ഥം എല്ലാം തകർന്ന, എല്ലാം തീർന്ന എന്നുള്ള അർത്ഥമാണ്. All in ruin, all waste. എല്ലാം വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്തത് എന്നാണ് ആ വാക്കിനർത്ഥം. Without shape, totally destroyed. ഒരു രൂപവും ഭംഗിയും ഇല്ലാത്തത്, മുഴുവനായും തകർന്നത് എന്നാണ് വാക്കിനർത്ഥം. The second word, രണ്ടാമത്തെ പദം, the earth was without form. Secondly, it was empty. രണ്ടാമത്തെ പദത്തിൽ പറയുന്നു ഭൂമി ശൂന്യമായിരുന്നു. It was empty. ശൂന്യം. And then the third thing, it was in darkness. മൂന്നാമത്തെ കാര്യം, ഭൂമിയുടെ മേൽ ഇരുളുണ്ടായിരുന്നു. The darkness that we talk about is not the darkness that we know. It means death, misery and total destruction. അവിടെ പറയുന്ന അന്ധകാരം എന്ന് പറയുന്നത് നാം കാണുന്ന ഇരുട്ടല്ല, മറിച്ച് ഒന്നുമില്ലാത്ത അനുഭവം, എല്ലാം തീർന്ന അനുഭവത്തെ പറ്റിയാണ് അവിടെ അങ്ങനെ പറയുന്നത്. And God looked into the without form, empty, dark world and spoke. തകർന്ന, ഒന്നുമില്ലാത്ത, ആകൃതിയില്ലാത്ത, പ്രയോജനമില്ലാത്ത, ആരും കാണുവാൻ ആഗ്രഹിക്കാത്ത ആ ഭൂമിയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു. When God spoke, ദൈവം പറഞ്ഞപ്പോൾ, Jesus, the word, went out. യേശു എന്നുള്ള പദം വായിൽ നിന്ന് പുറത്തു പോയി. And the power of the Holy Spirit created. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാക്കപ്പെട്ടു, അതിനെ സൃഷ്ടിച്ചു. God spoke. ദൈവം പറഞ്ഞു. Jesus, the word, went out. യേശു പുറത്തേക്ക് പോയി. And the Holy Spirit by power created. പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിർമ്മിച്ചു. Watch this. ശ്രദ്ധിക്കുക. God said, let there be light. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. And the Holy Spirit brought the light. ഈ പദം ദൈവം പറയുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയും വെളിച്ചം ഉണ്ടാകുകയും ഒരുപോലെ ചെയ്തു. Every time you speak, ഏതൊക്കെ സന്ദർഭങ്ങളിൽ നിങ്ങൾ പറയുമോ of Jesus, യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെ വട്ടങ്ങൾ നിങ്ങൾ പറയുമോ, God will create a miracle. ദൈവം അപ്പോഴൊക്കെ ഒരു അത്ഭുതത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ യേശുവിന്റെ നാമത്തിൽ പറയുന്നത് ദൈവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. Watch this. ഇതൊന്ന് ശ്രദ്ധിച്ചേ. Too much of sound without content is nonsense. അർത്ഥമില്ലാത്ത കുറെ ബഹളം വെറുതെ ബുദ്ധിയില്ലാത്ത കാര്യമാണ്. I mean, if I come here for the fast all this 1 hour, if I was there, ഞാൻ അടുത്ത 1 മണിക്കൂർ മുഴുവൻ ഹാന്ന് കാറിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എന്തിനർത്ഥമാണ് അതിന്? You would have all folded your hands and you would have prayed for God to heal me. നിങ്ങൾ എല്ലാവരും കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കും, പൊന്നു കർത്താവേ ഈ പുള്ളിയെ ഒന്ന് സൗഖ്യമാക്കണമേ. What happened? എന്തോ സംഭവിച്ചു? ശബ്ദത്തിനകത്ത് ഒന്നും സംഭവിച്ചില്ല. The power is not in the emotion. The power is in the message. വികാരത്തിലല്ല അഭിഷേകത്തിന്റെ ശക്തി ഇരിക്കുന്നത്, സന്ദേശത്തിനകത്തത്രേ അഭിഷേകത്തിന്റെ ശക്തി ഇരിക്കുന്നത്. If there is no content, then there is no context. If there is no context, there is no Gen Next. I want to say that again. If there is no content, there is no context. If there is no context, there is no Gen Next. കാര്യമില്ലെങ്കിൽ ഒരു സാഹചര്യമില്ല, സാഹചര്യമില്ലെങ്കിൽ ജനറേഷനുമില്ല, നെക്സ്റ്റുമില്ല. I'm using words, play of words in the English language. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ശക്തമായ പദമാണ്. But what I want you to understand as the young, mighty, dynamic men and women of today, not tomorrow. ദൈവത്തിന്റെ ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാർ ഇന്ന് പകൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, the power is not in how loud you shout. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ഉച്ചത്തിൽ
ശബ്ദം വെക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. It's how much you give in the revelation of the word into people's lives. വെളിപ്പാടിന്റെ മണ്ഡലത്തിൽ നീ എത്ര ഉയർത്തപ്പെടുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ദൈവിക ശക്തി ഇരിക്കുന്നത്. What I teach my church is, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയെ പഠിപ്പിക്കുന്നത്, the power is not in the jumping. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്ന ചാട്ടത്തിലല്ല ഇരിക്കുന്നത്. I will only understand that power is going out of me when your life is changed. നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകും, ദൈവത്തിന്റെ ശക്തി എന്നിൽ നിന്ന് ഒഴുകുന്നുണ്ട്. As young ministers of the gospel, make sure that you don't just get people jumping, but see if their life is changed. If they have been poor, they must become rich. If they've been empty, they must become filled. If they've been, sinners, they must become saints. If they've been drug addicts, they must become anointed with the wine of the Holy Spirit. If they've been alcoholics, they must now drink the new wine of the Holy Spirit. Their life must go through a metamorphosis, a transformation from a love to a pupa to a revelation knowledge first. ഇന്ന് പകൽ അതുകൊണ്ട് വെളിപ്പാടിന്റെ അറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. Let's go to Ephesians chapter 1 quickly, please. Somebody read it. Ephesians 1:17. ഒന്നാം അധ്യായം 17 വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചേ. എഫേസ്യർ 1:17. തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. All right. In Isaiah chapter 11. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. Isaiah 11 verse 2, please. 11-ന്റെ 2-ാം വാക്യം കൂടെ വായിക്കാം. യെശയ്യാ 11:2. The spirit of the Lord shall rest upon him, the spirit of wisdom and understanding. The spirit of wisdom and understanding. Next. The spirit of counsel and might. The spirit of counsel and might. The spirit of knowledge and of the fear of the Lord. All right. Anybody got it in Malayalam? അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. The sevenfold working of the Holy Spirit is mentioned in that place. പരിശുദ്ധാത്മാവിന്റെ 7 തരത്തിലുള്ള പ്രവർത്തികളെ പറ്റി അവിടെ പറയുന്നു. And in Ephesians 1:17 there is one more word added, the spirit of wisdom. So എഫേസ്യ ലേഖനം 1:7 പറയുന്നു വെളിപ്പാടിന്റെയും പരിജ്ഞാനത്തിന്റെയും എന്നുള്ള പദം കൂടെ ചേർത്ത് പറയുന്നു. So write down in your notes the 8 works of the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ 8 പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾ നിങ്ങളുടെ റൈറ്റിംഗ് പാഡുകളിൽ എഴുതുക. അതിനകത്ത് യെശയ്യാ പ്രവചനം 12:2 എഴുതുക, എഫേസ്യ ലേഖനം 1:7 എഴുതുക, 17 എഴുതുക. Forms or the 8 manifestations of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ 7 തരത്തിലുള്ള പുറപ്പെടുവിക്കലുകളാണ്, പ്രവർത്തികളാണ് അവിടെ കാണുന്നത്. Number 1, he is called the Spirit of the Lord. ഒന്ന് ദൈവത്തിന്റെ ആത്മാവ്, which means he is God himself. ഒന്നാമത്തെ അർത്ഥം അവൻ ദൈവം തന്നെയാകുന്നു. He is not the third person in the Trinity, meaning he is lower. He is God himself. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തൃത്വത്തിൽ മൂന്നാമനായിട്ട്, ആമേൻ, വലിപ്പത്തിൽ ചെറിയവനായി മൂന്നാം കിടക്കാരൻ എന്നുള്ള അർത്ഥമല്ല, മറിച്ച് അവൻ ദൈവമത്രേ എന്നാണ് പദത്തിനർത്ഥം. He is equal with the Father and the Son. അവൻ പിതാവായ ദൈവത്തോട് പുത്രനായ ദൈവത്തോട് അതേ സ്വഭാവം സ്വരൂപമുള്ളവനത്രേ. Then it says he is the spirit of wisdom and revelation, spirit of knowledge and understanding, spirit of might and counsel, and the final word, he is the spirit of the fear of the Lord. അതിനുശേഷം ഈ വിവിധ 7 ഘടകങ്ങളെ പറ്റി പറഞ്ഞ് ഒടുവിലായി പറയുന്നു ദൈവത്തിന്, the spirit of wisdom and revelation, the spirit of knowledge and understanding, വെളിപ്പാടിനെയും ദർശനത്തിനെയും ആത്മാവ്, and the spirit of the അറിവിന്റെ ആത്മാവ്, and the spirit of the fear of the Lord. ദൈവ ഭക്തിയുടെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന വചനം പറയുന്നു. What do you mean by the fear of the Lord anointing? യഹോവ ഭക്തിയുടെ അഭിഷേകത്തെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? Charles Finney was the one who had it. Charles Finney എന്ന് പറയുന്ന ദൈവദാസൻ
യഹോവ ഭക്തിയുടെ ആത്മാവിനെ പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു. He went into a place. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയി. And he went into an industry where about 4,000 people were working. 4000 പേർ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഫാക്ടറിയിലേക്ക് അദ്ദേഹം പോയി. He went to meet his friend. തന്റെ ഒരു സ്നേഹിതനെ കാണാൻ അവിടെ പോയത്. The moment he stepped into that building, that huge hall, അദ്ദേഹം ആ വലിയ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ everybody shut down their meetings, came and knelt in a line, and all began to cry and confess their sin. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മെഷീൻസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും തങ്ങളുടെ മെഷീനറികളെ എല്ലാം വിട്ടിട്ട് തന്റെ അടുത്തേക്ക് വന്ന് അവരവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരയുവാനും വിലപിപ്പാനും അനുദപിക്കുവാനും ആരംഭിച്ചു. Charles Finney was surprised because he never spoke a word. ചാൾസ് ഫിന്നിക്ക് വളരെ He never preached. അത്ഭുതമുണ്ടായി. ഞാൻ ഇതുവരെ ഒന്നും പ്രസംഗിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, പിന്നെന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? He said, Lord, what is this? ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താണിത്? He said, this is the fear of the Lord anointing. ദൈവം പറഞ്ഞു, ഇതാണ് ദൈവത്തെ യഹോവ ഭക്തിയുടെ ആത്മാവിനെ ഞാനിപ്പം So you പകർന്നുകൊണ്ടിരിക്കുകയാണ്. don't have to preach when you have the fear of the Lord anointing. Yehova When you ഭക്തിയുടെ walk into a room, you change the room. യഹോവ ഭക്തിയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പറയേണ്ടി വരത്തില്ല. ആ വ്യാപാരം നിങ്ങൾ ഒന്നും മിണ്ടാതെ തന്നെ മുറിയിൽ വ്യാപരിച്ചുകൊള്ളും. Without revelation is you'll abuse the power. ശക്തി ലഭിച്ചിട്ട് വെളിപ്പാട് ലഭിക്കുന്നില്ലെങ്കിൽ ശക്തിയെ ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട്. Amen. മനസ്സിലാകുന്നുണ്ടോ? Because power without knowledge can destroy you. കാരണം അറിവില്ലാത്ത വെളിപ്പാടില്ലാത്ത ശക്തി നിങ്ങളെ ചിലപ്പോൾ നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്. So my ministry name is Word in Power Ministries. ഞാൻ ശുശ്രൂഷിക്കുന്ന എന്റെ Apart ശുശ്രൂഷയുടെ from the പേര്, church name. The church name is ഞങ്ങളുടെ Apostolic സഭയുടെ പേര്, Fellowship Tabernacle. ഞങ്ങളുടെ സഭയുടെ പേര് Apostolic Fellowship Tabernacle is the name of the church. സഭയുടെ പേര് അപ്പോസ്തോലിക് ടാബർനാക്കിൾ ചർച്ച് എന്നാണ്. But the name of the ministry that I do is Word in Power. ശുശ്രൂഷയുടെ പേര് ശക്തിയിലുള്ള വചനം, വചനത്തിലുള്ള ശക്തി എന്നാണ് ആ ശുശ്രൂഷയുടെ പേര്. Because if I have the word and no power, it's no use. If I have the power without the word, it's no use. The word and the spirit work together. കാരണം എനിക്ക് വചനമുണ്ട്, ശക്തിയില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ശക്തിയുണ്ട്, വചനമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് വചനത്തിൽ കൂടിയുള്ള ശക്തി, ശക്തിയിൽ കൂടിയുള്ള ദൈവവചനത്തിന്റെ പ്രഖ്യാപനം. So we must have revelation in order to continue to feed the people. Once they get the power, once they get the healing, once they get the miracles, once they get every deliverance, it's not enough, it's not over, but you got to teach them how to keep the deliverance. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എങ്ങനെ അഭിഷേകത്തെ നിറവിനെ പ്രാപിക്കാം എന്ന് മാത്രമല്ല, ആ പ്രാപിച്ച നിറവിനെ എങ്ങനെ കൊണ്ടു നടക്കാം എന്നുകൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്തെ പിടിച്ചെടുക്കുക, അവസരത്തെ പിടിച്ചെടുക്കുക എന്നാണ് ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിച്ചത്. Secondly, we talked about changing the atmosphere. രണ്ടാമത്തെ കാര്യം സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. Thirdly, we saw the level of worship will anoint your atmosphere and bring in the power of God depends on the level of your worship in your life. ആരാധനയുടെ വലിപ്പമനുസരിച്ച്, ആരാധനയ്ക്കുള്ള താല്പര്യമനുസരിച്ച് നിങ്ങളിലുള്ള അഭിഷേകത്തിന് നിറവ് വളർന്നുകൊണ്ടിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. So it is very important for us to be worshippers in order for us to have the increased anointing in our life. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരുവനിൽ വളർന്നു വരണമെങ്കിൽ അവൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി മാറണം. Now in this session I want to talk on how the anointing works, how the ഇന്ന് anointing പകൽക്കാലം വീണ്ടും ഞാൻ comes. നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എങ്ങനെ വ്യാപരിക്കും എന്ന് പറയാൻ And പോകുകയാണ്. in the last session we'll talk about the results of the anointing. അതിനൊടുവിലായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയും. So now we will talk about how the anointing works. ഇപ്പോൾ അഭിഷേകം എങ്ങനെയാണ് ഒരുവനിൽ ക്രിയ ചെയ്യുന്നത് എന്ന് പറയാൻ പഠിപ്പിക്കുവാൻ Now ആഗ്രഹിക്കുന്നു. I'm sure you all understand that you all have a calling in your life. Some ഇന്ന് type of പകൽ a ഇവിടെ calling. ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളുടെ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഒരു വിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. I mean, you are not here because you felt good. You are here because God called you. ഇവിടെ ആരോ നിങ്ങളെ വിളിച്ചത് കൊണ്ട് നിങ്ങൾ വന്നതല്ല. ദൈവത്തിന്റെ ഒരു വിളി നിങ്ങളുടെ മേൽ കിടപ്പുള്ളത് കൊണ്ട് ദൈവം അത്രേ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. Amen. ആമേൻ. You are called. That's why you are here. നിങ്ങൾ വിളിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ് മറ്റൊരുപാട് പരിപാടി ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. You are anointed. That's why you are here. നിങ്ങൾ അഭിഷിക്തനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. You are people with a destiny in your life. ഒരു ഉദ്ദേശവും ലക്ഷ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. You are no longer ordinary people. നിങ്ങളൊരു സാധാരണപ്പെട്ട വ്യക്തിയല്ലെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ തിരിച്ചറിയുക.
Before you came to this meeting, you might have been ordinary. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കാം. But from yesterday, പക്ഷേ ഇന്നലെ മുതൽ you will never be the same again. നിങ്ങൾ ഒരു ആയിരിക്കുന്ന ആളല്ല, നിങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Because when you go back, you will go back with your vessel full of the power of God and the anointing of the Holy Spirit. കാരണം നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ പാത്രം മുഴുവൻ കാലിയായിട്ടല്ല, മറിച്ച് നിറയപ്പെട്ടവരായി ദൈവത്താൽ നിറയപ്പെട്ടവരായിട്ടേ നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്. You must always square your shoulders and start expecting big things from a big God. നിങ്ങളുടെ ചെറിയ പരിപാടികൾ നിർത്തിയിട്ട് വലിയവനായ ദൈവത്തിൽ നിന്ന് വലിയവയെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. So you must discover the calling of God upon your life. നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. Brother Stanley is called to worship. ബ്രദർ ഷാലിയെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആരാധന നേതൃത്വം കൊടുക്കാൻ വേണ്ടി. You may be called to pastor. നിങ്ങളെ ഒരുപക്ഷേ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ഇടയനായിട്ടായിരിക്കാം. Someone else may be called to be an evangelist. ഇവരിൽ ചിലരെ സുവിശേഷകന്മാരായിട്ടായിരിക്കാം ദൈവം വിളിച്ചിരിക്കുന്നത്. Whatever is your calling, God is saying, I am going to stir up the gift through these 3 days. നിങ്ങളുടെ മേലുള്ള വിളി എന്തുമാകട്ടെ, പക്ഷേ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ ആ വിളിക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് ദൈവം നിങ്ങളുടെ മേൽ പകരുമ്പോൾ നിങ്ങളുടെ മേലുള്ള വിളി പൂർണ്ണമായി വെളിപ്പെട്ടു വരും. Because God gives you gifts that go with your calling. നിങ്ങളുടെ വിളിയോട് ചേർന്ന് പോകുന്ന ഒരു അഭിഷേകമാണ് ദൈവം ആ വ്യക്തിയിൽ പകരുന്നത്. See, it is no use having a calling without the gifts. ഒരു വിളിയില്ലാതെ കുറെ ദൈവിക ഫലങ്ങൾ ലഭിച്ചിട്ട് കാര്യമില്ല. So God always equips you before He calls you. നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ പണിത് റെഡിയാക്കിക്കൊണ്ടേയിരിക്കും. Amen. മനസ്സിലാകുന്നുണ്ടോ? He trains you before He calls you. നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ പണിതുകൊണ്ടേയിരിക്കും. So write that down. You got to know He equips you before He calls you. നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. So when He calls you, you don't have to be afraid whether I can match my calling, because God will make you better day by day. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഒരു വിളി വരുമ്പോൾ ഒരിക്കലും അമാന്തിക്കരുത്, ദൈവത്താൽ ഞാൻ പ്രയോജനപ്പെടുമോ എന്ന്. കാരണം ദൈവം നിങ്ങളെ തയ്യാറാക്കിയിട്ടത്രേ ദൈവം തന്നെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കുന്നത്. Now watch this. ശ്രദ്ധിക്കുക. Many times we are intimidated because the size of our calling is greater than the size of our life. നമ്മുടെ ജീവിതത്തെക്കാൾ വലിയ ഒരു കോളിംഗ് നമ്മുടെ മേൽ കിടക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭാരപ്പെടാൻ പേടിക്കാൻ സാധ്യതയുണ്ട്. So the first thing you must understand today, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, write this down. ഈ കാര്യം നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം. The size of your calling is a clue to the size of your destiny. നിങ്ങളുടെ വിളി, നിങ്ങളുടെ മേലുള്ള വിളിയുടെ വലിപ്പം അനുസരിച്ചാണ് നിങ്ങളുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Write that down. അതൊന്ന് എഴുതി വെച്ചേ. We'll say it again so that you can write it in both in English and in Malayalam. എന്റെ മേലുള്ള ലക്ഷ്യം എത്ര വലുതാണോ അത്രയും വലിയൊരു വിളിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. If you have to stand alone, but don't mix with the crowd, because God is not in the crowd. God is saying, I am calling you separate. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. സത്യത്തിന് വേണ്ടി അനേക ആയിരങ്ങളെ നിനക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും, പാരമ്പര്യത്തെ ഉപേക്ഷിക്കേണ്ടി വന്നാലും, സത്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തന്റെ ഇടം നിനക്കുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. Jesus hated the traditions of men, and He looked at them and He said, you hypocrites. മനുഷ്യന്റെ പാരമ്പര്യത്തെ വെറുത്തുകൊണ്ട് യേശു പറഞ്ഞു, കപട ഭക്തിക്കാരെ. We Pentecostals laugh at the CSI, laugh at the Syrian Orthodox, laugh at the Orthodox, but we are more traditional than them. നമ്മൾ പലപ്പോഴും പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിച്ചുകൊണ്ട് പാരമ്പര്യത്തെ കുറ്റം പറയും. യാക്കോബ സമുദായത്തെ, CSI സമുദായത്തെ ഒക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലും ഒരു സത്യം ഇന്ന് പകൽ ഞാൻ പറയാം, പല പെന്തക്കോസ്തുകാരും ഇതിനേക്കാൾ ഭയങ്കര പാരമ്പര്യം പിടിച്ചവരത്രേ. How many of you want to save Kerala? Put up your hands. Come on. How many of you want to save Kerala, the state of Kerala? കേരളത്തെ നേടുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. എനിക്ക് കേരളത്തെ യേശുവിന് വേണ്ടി നേടണമെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. How many of you want to save your state from where you're coming? നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ആ സ്റ്റേറ്റിനെ യേശുവിന് വേണ്ടി നേടാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. You cannot do it with tradition. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, അത് പാരമ്പര്യം കൊണ്ട് നടക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്ത മാറ്റിവെക്കണം. Because traditions are the ways of men, not the ways of God. കാരണം പാരമ്പര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴികളല്ല, മനുഷ്യന്റെ വഴികളത്രേ. Right?
അളവില്ലാത്തതാണ് സത്യം. Is limited, truth is unlimited. പാരമ്പര്യം അളവിനകത്ത് ഒതുങ്ങി പോകുമ്പോൾ സത്യം ആരാലും ഒതുക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ അത് വിശാലമത്രേ. Thirdly, മൂന്നാമത്തെ കാര്യം, tradition binds, truth frees. സത്യം ആൾക്കാരെ പാരമ്പര്യം ജനത്തെ ബന്ധനസ്ഥരാക്കുമ്പോൾ സത്യം ജനത്തെ സ്വതന്ത്രമാക്കുന്നു. In John's Gospel, chapter 8, verse 32, Jesus said, "You shall know the truth, and the truth will make you free." യോഹന്നാൻ 8:32 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. But those who are in tradition are bound. പാരമ്പര്യത്തിലായിരിക്കുന്നവർ ബന്ധനസ്ഥരാണ്. But I want to encourage you, don't be afraid of tradition, stand for truth. പാരമ്പര്യത്തെ കണ്ട് പേടിക്കാതെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ നിൽപ്പാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. Because sometimes we are intimidated by a church that's 100 years, 200 years. But I am not interested. God said, I am not interested in what was then. I am interested in what is now. I am not the God who did something yesterday. Behold, I will do a new thing. Even now I will reveal it. 100 വർഷത്തെ 50 വർഷത്തെ പാരമ്പര്യം കണ്ട് പേടിച്ചിരിക്കുകയാണോ? ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ 100 വർഷങ്ങളുടെ ദൈവമല്ല, ഞാൻ ഇന്നിന്റെ ദൈവമാണ്. ഇന്ന് പകലിന്റെ ദൈവമത്രേ ഞാൻ. ഇന്നത്തെ അനുഭവമാണ് എനിക്കുള്ളത്. ദൈവത്തിന് അതാണ് ഇന്ന് പകൽ നമ്മളോട് പറയാനുള്ളത്. Like Jacob, many of you may be wrestling with your past, struggling with your past, struggling with who you are in Christ. കഴിഞ്ഞ നാളുകളിൽ യാക്കോബിനെ പോലെ ആ ജീവിതാനുഭവങ്ങളുമായി ദൈവമായി മല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണോ ഇന്ന് പകൽ നിങ്ങൾ? But God is bringing you to a place of a new anointing that will change you forever. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കൊണ്ടു നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് അഭിഷേകത്തിന് നിറവുള്ള ഒരു സ്ഥലത്തത്രേ. ആ അഭിഷേകത്തിന് നിറവ് നിന്നെ വ്യത്യസ്തനാക്കി മാറ്റും. How does the anointing work? എങ്ങനെയാണ് അഭിഷേകം പ്രവർത്തിക്കുന്നത്? Psalm 133, please. സങ്കീർത്തനം 131 ദയവായി എടുത്താട്ടെ. Psalm 133, സങ്കീർത്തനം 131 verses 1, 2 and 3, please. വാക്യം 1, 2, 3. All right. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലയോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനം കൽപ്പിച്ചിരിക്കുന്നത്. It says how good and how pleasant it's for brethren to come together like this. അവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇതുപോലെ ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന എത്ര ശുഭവും എത്ര മനോഹരവും അത്രേ. Now the first thing, write this down. The first point you must understand is the anointing flows from the head to the body. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഭിഷേകം തലയിൽ നിന്ന് താഴേക്ക് അത്ര ഒഴുകുന്നത്. In verse 2 it says, and the oil of anointing flowed from the head of the high priest down to his beard, down to his vesture and down to the skirts. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആ അഭിഷിക്തന്റെ തലയിൽ നിന്ന്, മഹാപുരോഹിതന്റെ തലയിൽ നിന്ന് അവന്റെ താടിയിലേക്കും അവന്റെ വസ്ത്രത്തിലേക്കും അഭിഷേകം ഒഴുകുന്നു. God is saying to you today, ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്നത്, Jesus is the head. യേശു തലയാകുന്നു. And from him the anointing is flowing to the church, which is the body of Christ. ആ തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ശരീരമാകുന്ന ദൈവ സഭയിലേക്ക് അത്രേ അഭിഷേകത്തിന്റെ ശക്തി ഒഴുകുന്നത്. But Gospel chapter 16, യോഹന്നാന്റെ സുവിശേഷം 16 verse 7, 7 വാക്യം ഇങ്ങനെ പറയുന്നു, Jesus said, I'm going to die and go away. യേശു പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ്, ഞാൻ ഇവിടുന്ന് പോകുകയാണ്. And all the disciples were very sad. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ഭാരപ്പെടാൻ തുടങ്ങി. Why? എന്തുകൊണ്ടാണെന്നറിയാമോ? Because Jesus was the 24-hour hotel. അവര് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ പോലായിരുന്നു യേശു ക്രിസ്തു. He was 24-hour, hospital. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരുന്നു യേശു ക്രിസ്തു. For 3.5 years, no need for food, no need for worry of health, no need for anything. He was there 24 hours ATM. 3 വർഷക്കാലം സുഖകരമായിട്ട് ശാപ്പാട്, നല്ല ചികിത്സ, എപ്പോഴും അങ്ങോട്ട് കുത്തിയാൽ ഇങ്ങോട്ട് പണം ചാടുന്ന ATM പോലെ യേശു കൂടെ നടന്നു. Whatever they put in, he gave it out. അങ്ങോട്ട് ഞെക്കിയാൽ ഇങ്ങോട്ട് വരും. Now he's saying he's going away. What will happen to us? ഇപ്പം പറയും, ATM പറയാണ്, ഞാൻ പോകാൻ പോകുകയാണ്. No more hotel. ഇനി ഹോട്ടൽ ഇല്ല. No more health center. ഇനിയാണെങ്കിൽ ആശുപത്രി ഇല്ല. No more ATM. ഇനി ATM ഇല്ല. No fast cash anymore. ഇനി പെട്ടെന്ന് പൈസ കിട്ടുന്ന ഒരു മാർഗവും ഇല്ല. Jesus said, യേശു പറഞ്ഞു, it's good that I go away. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്നാ കൊണ്ട് ലാഭമോ, പേടിക്കണ്ട. Listen.
ശ്രദ്ധിക്കുക. As long as I am here, I am with you. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം സമയം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് ശരിയാ. When I am with you, I am limited. ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ പരിമിതിയാ. But I will go back. പക്ഷെ ഞാൻ തിരിച്ചൊന്ന് And പോകും. I'll come in the form of the Holy Spirit. ഞാൻ പോയിട്ട് ഞാൻ പരിശുദ്ധ ആത്മാവിന്റെ രൂപത്തിലൊന്ന് തിരിച്ചു വരും. Watch this. Watch this. എന്താണ്? Now I will not be with you, I'll be in you. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയാണെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ കൂടെയല്ല നിൽക്കുന്നത്, ഞാൻ നിന്റെ അകത്തിരിക്കും. Now listen. ശ്രദ്ധിക്കുക. Those of you that are married, even you, your husband and wife cannot be together all the time. ശ്രദ്ധിക്കുക. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കാൻ സാധ്യമല്ല. We are with each other. നമ്മൾ ഒരുമിച്ച് ആണ് ജീവിക്കുന്നത്. But we cannot be 24 hours with each other. പക്ഷേ 24 മണിക്കൂർ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന സാധ്യമായ കാര്യമല്ല. But പക്ഷേ when God comes and lives in you, ദൈവം വന്ന് നിങ്ങളുടെ അകത്ത് പാർക്കുമ്പോൾ it's 24 hours presence in you. 24 മണിക്കൂറും പേറിക്കണ്ട് നടക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാ ദൈവം നിന്റെ അകത്തിരിക്കുന്നത്. Are you wanting God to be with you, or do you want God to be in you? ഇന്ന് പകൽ യേശു നിങ്ങളുടെ അടുത്ത് നിൽക്കണം, നിങ്ങളുടെ കൂടെ മുട്ടി നിൽക്കണമെന്നാണോ, അതോ എങ്ങോട്ട് നീ തിരിഞ്ഞാലും നിന്റെ അകത്ത് തമ്പുരാനിരുന്ന് അങ്ങനെയുള്ള ഒരു ജീവിതമാണോ നീ പ്രതീക്ഷിക്കുന്നത്? We want him to be in us. നമുക്ക് ആഗ്രഹം അകത്തിരിക്കുന്നത് തന്നെയല്ലേ? Colossians 1:27 says, Christ in you, the hope of കൊലോസ്യർ glory. 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. So when the Holy Spirit came, പരിശുദ്ധാത്മ വന്നപ്പോൾ God the Father and God the Son in God the Holy Spirit are now living in you. Now you have the triune God inside of you. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിന്റെ അകത്തോട്ട് ഇറങ്ങി വന്നു. ഇപ്പോൾ നിന്റെ അകത്തുള്ളത് ത്രിയേക ദൈവമത്രേ. Become less. ഒരിക്കലും നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ അളവ് കുറയുന്നില്ല. I want to tell you today, the anointing in your life is going to flow and flow and flow and flow. The more you give, the more will be on the inside. നീ എത്രത്തോളം നിന്റെ മേലുള്ള അഭിഷേകത്തെ പുറത്തോട്ട് പകർന്നുകൊണ്ടിരിക്കുമോ അത്രമേൽ അധികമായി നിന്റെ മേൽ ദൈവത്തിന്റെ നിറവ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. Thirdly, മൂന്നാമത്തെ കാര്യം, the anointing will take authority over your situations. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സാഹചര്യത്തിന്മേൽ ജയം കൊണ്ടുവരുന്നതാണ്. Verse 3, the second part of the verse says, and there the Lord commanded a blessing. അവിടെ പറയുന്നു, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരും. Read that verse, the second part of verse 3, please. മൂന്നാം വാക്യത്തിന് 133 സങ്കീർത്തനം 3 വാക്യത്തിന്റെ second part. ആ രണ്ടാമത്തെ ഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചേ. Yes. അവിടെയല്ലോ യഹോവ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്, ശാശ്വതമായ ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. The Lord commanded a blessing where the anointing is. അഭിഷേകം എവിടെയുണ്ടോ അവിടെയാണ് ദൈവം അനുഗ്രഹത്തെ കൽപ്പിച്ചാക്കുന്നതെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കുക. You know where the blessing is? അനുഗ്രഹം എവിടെയാണെന്നറിയാമോ? It's in you. നിങ്ങളിലാണ് അനുഗ്രഹം. It's not connected to some prophet, some evangelist, some pastor somewhere there. It's in every one of you people today. അനുഗ്രഹം ഏതെങ്കിലും ദൈവദാസന്മാരെ ബന്ധിച്ചുള്ളതല്ല. അനുഗ്രഹം ഏതെങ്കിലും സുവിശേഷന്മാർ കൊണ്ടുവരുന്നതല്ല. അനുഗ്രഹം നിന്റെ മേൽ അഭിഷേകമുണ്ടോ ആ അഭിഷേകത്തിന്റെ കൂടെ നിന്റെ മേൽ ദൈവം പകരുന്നത് അത്രേ അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം ഉള്ളത് അഭിഷേകമുള്ളത് അത്രേ. So when you walk, you are a blessing. നീ നടക്കുമ്പോൾ നീ അനുഗ്രഹം പേറിക്കൊണ്ടാണ് നടക്കുന്നത്. See, that is why the devil is afraid of you. അതുകൊണ്ടാണ് പിശാചിന് നിന്റെ ഭയം. Because when a person who is anointed comes into a room, അഭിഷേകമുള്ളവരെ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ all Satan and all his kingdom of darkness stands to attention. അവിടെയുള്ള എല്ലാ പിശാചിന്റെ കോട്ടകളും അതിനെ നോക്കുവാനിടയാകും. അനങ്ങാതെ നിൽക്കും. When you walk into a room, into a meeting, into a hall, Satan stands in attention.
നീ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ, നീ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവിടെയുള്ള അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ അറസ്റ്റ് ചെയ്ത പോലെ അനങ്ങാൻ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നീ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ അഭിഷേകവും ഒരുമിച്ച് ചുമന്നുകൊണ്ടത്രേ നീ അവിടേക്ക് കയറി ചെല്ലുന്നത്. I tell you, we are missing out. The world is looking for somebody who can deliver them, and nobody can deliver them but the church. ലോകം വിട്ടുവിക്കുന്ന ഒരുവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അഭിഷേകത്തിന്റെ നിറവിലുള്ള ദൈവത്തിന്റെ സത്യസഭയത്രേ. Touch your neighbor and say, you are a blessing. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. You are a blessing. നിങ്ങൾ അനുഗ്രഹത്തിന് ഒരു കൂമ്പാരമാണ്. You are a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. Come on, tell somebody you are a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. Lift your hand and say, I am a blessing. കൈ ഉയർത്തി പറ, ഞാനൊരു അനുഗ്രഹമാണ്. You know the person sitting next to you is blessed. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി അനുഗ്രഹമാണ്. You are blessed to be sitting next to the person because you are sitting next to a miracle. നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തിരിക്കുന്നതിൽ സന്തോഷിക്കണം, കാരണം നിങ്ങൾ ഒരു അത്ഭുതത്തിന്റെ അടുത്തായിരിക്കുന്നത്. Touch your neighbor and say, you are sitting next to a miracle. ഓ, തൊട്ടിട്ട് പറ, നിങ്ങൾ ഒരു അത്ഭുതത്തിന്റെ അടുത്തായിരിക്കുന്നത്. You are sitting next to a miracle. അയ്യാ, കുഞ്ഞിക്കളിയല്ല, അത്ഭുതത്തിന്റെ അടുത്തായിരിക്കുന്നത്. You are sitting next to a miracle. അടുത്താണ് നീ ഇരിക്കുന്നത്. You are sitting next to a miracle. നീ ഒരു അത്ഭുതത്തിന്റെ അടുത്തായിരിക്കുന്നത്. You are a miracle. നീ ഒരു അത്ഭുതമാണ്. You are a miracle. നീ ഒരു അത്ഭുതമാണ്. How many of you believe you are a miracle? എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ഒരു അത്ഭുതമാണ്? Isaiah 8. Prison. 13 epistles was written by Paul. കാരാഗ്രഹത്തിൽ പിശാച് പൂട്ടിയെങ്കിൽ കാരാഗ്രഹത്തിനകത്തും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം ദൈവത്തിന്റെ ദാസൻ അതിനകത്ത് ജീവിതങ്ങളെ വർഷങ്ങളായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്നും രൂപാന്തരപ്പെടുത്തുന്ന, ഇനിയും രൂപാന്തരപ്പെടുത്താൻ എല്ലാ സാധ്യതകളുമുള്ള അനുഗ്രഹിക്കപ്പെട്ട 13 ലേഖനങ്ങൾ തന്റെ കരങ്ങളാൽ എഴുതി. So don't be afraid if the devil locks you up. He cannot lock the anointing. You have the key to open that door and start writing. And as you write, it will be healing people. Today we have the 13 epistles. Millions have been saved through the writings of Paul. He may be dead, but the anointing still speaks. പിശാചേ ഏതെങ്കിലും തരത്തിൽ നിന്നെ പൂട്ടുന്നതായി നീ ഓർത്തോട്. ഇല്ല, പിശാചേ നിനക്കെന്റെ അധരത്തെ പൂട്ടുവാൻ കഴിയില്ല, നിനക്കെന്റെ കരങ്ങളെ പൂട്ടുവാൻ കഴിയില്ല. ഞാൻ എഴുതും, ഞാൻ സംസാരിക്കും, അതുപോലെ ജനം വിട്ടുവയ്ക്കപ്പെടും. ചില നിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. ഹല്ലേലൂയ. My God, my God, my God. Thank Hallelujah, God. hallelujah. Because you have the anointing, Hallelujah. you cannot be locked up. നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നിറവിനെ അഭിഷേകത്തെ പിശാചിനെ പൂട്ടുവാൻ കഴിയില്ല. Jesus looked at Peter and said, Peter, don't be afraid of the gates of hell, because the gates of hell cannot prevail against the church. ദൈവം കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ ഭയപ്പെടേണ്ട, കാരണം പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ പറ്റുന്ന ഒരു സഭയെ അല്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭയെ അത്ര ഞാൻ പണിയുന്നത്. Oh God, listen. In the olden days, the entrance to the city was protected by huge gates. പഴയ കാലത്ത് കോട്ടകൾ, വലിയ വലിയ കോട്ടകൾ അവർ പണിയുമായിരുന്നു. Gates. വലിയ കതകുകൾ. And so if any man has to enter, he has to enter only through the gates. The gates was the protection for the entire city. If they closed the gates at night, the city was secure. ആർക്കെങ്കിലും ഒരു പട്ടണത്തിൽ പ്രവേശിക്കണമായിരുന്നെങ്കിൽ ആ വലിയ കോട്ടവാതിലിൽ കൂടെ മാത്രമേ പ്രവേശിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ. So once they closed the gates, the city was secure. Now watch this. ഒരിക്കൽ ആ കോട്ടയുടെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും ആ കോട്ടയിൽ പിന്നെ പ്രവേശിപ്പാൻ കഴിയുകയില്ലായിരുന്നു. It's already loosed in heaven. അത് സ്വർഗ്ഗത്തിൽ അഴിയപ്പെട്ടിരിക്കുകയാണ്. That's the keys. അതാണ് സത്യം, അതാണ് When you go into a house, നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് പോകുമ്പോൾ if somebody is bound by something, ആരെങ്കിലും ഏതെങ്കിലും ബന്ധനത്താൽ ബന്ധിതരായിരിക്കുന്നെങ്കിൽ, bound by Malayala Mandrigam, ഈ മലയാളത്തിലെ മാന്ത്രികനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, no problem. മന്ത്രവാദത്തെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, പേടിക്കൊന്നും വേണ്ട. The sad thing is many people are afraid of a copper sheet in the roof. അവിടെ മോളിലുള്ള ഒരു തകിട് കണ്ട് പേടിച്ച് ഞെട്ടുക ദൈവത്തിന്റെ ദാസന്മാരൊക്കെ ചിലര്.
And they tell us that we have to fast for 21 Fridays to take one copper sheet. അവർ പറയും ഒരു 21 വെള്ളിയാഴ്ചയിൽ ഉപവസിക്കേണ്ടി വരും ഈ തകിടൊന്ന് കയ്യിലെടുക്കണമെങ്കിൽ. 21 Fridays you have to fast to take one copper sheet. ഒരു തകിട് കയ്യിലെടുക്കണമെങ്കിൽ 21 വെള്ളിയാഴ്ച ഉപവസിക്കണമെങ്കിൽ. What foolishness. എന്തോ മണ്ടത്തരവാദ. I went to a house. ഞാനൊരു വീട്ടിൽ പോയി. A severe witchcraft. ഒരു ഭയങ്കര മന്ത്രവാദിനിയുടെ വീട്ടിലാണ്. And the lady was dancing and rolling and screaming. ആ സഹോദരി അവിടെ ഡാൻസ് കളിക്കുകയും ഓടുകയും ചാടുകയും ഉറക്ക നിലവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. All the people were looking at her. എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I told the people, stop giving attention to the devil. ഞാൻ ആൾക്കാരോട് പറഞ്ഞു പിശാചിന് ഹെഡേക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കുക. Just listen to what I preach. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. So the devil said, പിശാച് പറഞ്ഞു, don't preach. യോ മിണ്ടരുത്, പ്രസംഗിക്കരുത്. Let me go. ഞാനൊന്ന് പൊക്കോട്ടെ. I will leave this lady and go. നിന്റെ പ്രസംഗം കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല, ഞാൻ നേരത്തെ പോയേക്കാം. I said, no, you stay here. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ പോകരുത്, നീ കേട്ടിട്ട് പോയാൽ മതി. When I tell you to go, you go. ഞാൻ പറഞ്ഞു ഞാൻ പറയുമ്പോ പോയാൽ മതി. And so they said it's all in the copper in that wall. So I climbed up the roof with a ladder and took the copper sheet and I put it in my pocket. അവര് പറഞ്ഞു പാസ്റ്ററെ ദേണ്ട ഈ മോളിൽ കാണുന്നില്ലേ ആ കെട്ടിയിട്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. ഞാൻ പയ്യെ ഒരു ഏണിയെ കൂടെ മോളിൽ കയറി അത് അഴിച്ച പോക്കറ്റിലോട്ട് അങ്ങ് എടുത്തിട്ടു. It did not take me 21 Fridays. It took me 13 seconds to climb up that ladder. ഒരു 21 ദിവസം ഉപവസിക്കേണ്ടതായിട്ട് എനിക്ക് വന്നില്ല. ഞാൻ 30 സെക്കൻഡ് കൊണ്ട് മോളിൽ കയറി എടുത്ത് ഊരി കീശയിലിട്ടു. And when I put it in the pocket, they came, oh, no, put it in the pocket. ഞാൻ കീശയിലിട്ടപ്പോൾ ആൾക്കാർ പറയും, അയ്യോ പാസ്റ്ററെ കീശയിലിടല്ലേ, something will happen to you. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോ. I said, no problem, it will only happen to me, you will be all right. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയാലേ എനിക്ക് പറ്റിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്കറിയാം. I want to ask you, what can a copper sheet do to you? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു തകിട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാ ചെയ്യാൻ പറ്റും? Hell and Satan is trembling. What can a copper sheet do? ഇതിന്റെ എല്ലാം മെയിൻ പാർട്ടി നിങ്ങളെ നോക്കി മുട്ടടിച്ചോണ്ടിരിക്കുക. അന്നേരവാ ഒരു തകിടിന്റെ കഷ്ണം കണ്ടേച്ച് നീ വരണ്ട് നടക്കുന്നത്. And the pastors are saying fast for 21 Fridays. പാസ്റ്റർമാർ പറയുന്നു ചുരുങ്ങിയത് 21 ദിവസം ഉപവസിക്കേണ്ടി വരും. Nonsense. ഭയങ്കര കഷ്ടമുണ്ട്. Just go, take it, go and throw it out. They said don't throw it anywhere. I said what's your problem? This is nothing in the copper sheet. You believe that there is something. There is nothing. Greater is he that is in me than he that is in the copper sheet. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ഇതിനകത്തൊന്നും ഒരു സാധനവും ഇല്ല. കാരണം ഞാൻ കയറി ഏണിയെ കൂടെ ആ സാധനത്തെ പിടിച്ചപ്പോഴേ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതെല്ലാം ചോർന്നു പോയിട്ടുണ്ട്. എന്റെ കരത്തിൽ അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനെ ഞാൻ എവിടെയെങ്കിലും കളഞ്ഞേക്കാം ഞാൻ അവരോട് പറഞ്ഞു. Then the lady said, the demon in the lady said, give me some biryani, I'll eat and go. ആ പിശാച് പറഞ്ഞു, ആ പിശാച് ബാധിച്ച സ്ത്രീ പറഞ്ഞു, അവരിൽ നിന്ന് പിശാച് പറഞ്ഞു എനിക്ക് ബിരിയാണി എന്നേരം ഞാനൊന്ന് അവസാനമായിട്ട് തിന്നിട്ടൊന്ന് പൊക്കോട്ടെ. Nonsense. Don't talk to the devil. പിശാചിനോട് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. Too many people are asking where it came from, why you came, when you came, how you came. ചിലരൊക്കെ ചോദിക്കും എവിടെ നിന്നാടാ വന്നത്, എങ്ങനെയാ വന്നത്, എതിലേക്കൂടെ വന്ന്, ആരെ കൂട്ടുപിടിച്ചാ വന്നത്. Don't talk to the devil. പിശാചിനോട് മിണ്ടേണ്ട കാര്യമില്ല. Jesus said, in my name you shall cast out demons. യേശു പറഞ്ഞു എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. You gotta chase them, don't talk to them. അവരോട് നിങ്ങൾ എന്റെ നാമത്തിൽ സംസാരിക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. കർത്താവ് പറഞ്ഞു എന്റെ നാമത്തിൽ നീ അതിനെ പറഞ്ഞു വിടും. Shout, I got the keys. പറ എന്റെ കയ്യിൽ താക്കോലുണ്ട്. Shout, I got the keys. എന്റെ കയ്യിൽ താക്കോലുണ്ട്. Whatever you bind is bound. ഞാൻ കെട്ടുന്ന ഓരോന്നും കെട്ടപ്പെടും. Whatever you loose is loosed. ഞാൻ അഴിക്കുന്നതെല്ലാം അഴിയപ്പെട്ടിരിക്കും. Loose Kerala for salvation. ഇന്ന് പകൽ രക്ഷയ്ക്ക് വേണ്ടി കേരളത്തെ അഴിച്ചുവിട്. Oh God, you must understand where the anointing is coming from. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷേകം എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? Listen. ശ്രദ്ധിക്കുക. Everything has a price in the world today. Everything has a price in the world today. ലോകത്തിലുള്ള സകലത്തിനും എന്തെങ്കിലും മൂല്യമുണ്ട്. എന്തെങ്കിലും വില മുടക്കാതെ ഒന്നും ലഭിക്കുകയില്ല. If you go to a departmental store, നിങ്ങളൊരു സ്റ്റോറിൽ പോകുകയാണെങ്കിൽ, and if you want to buy anything, there is always a price tag for every product. അവിടെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിനെല്ലാം ഒരു വിലയുണ്ട്. Now as you go through that list, shopping list, you have to decide 4 things. നിങ്ങൾക്ക് വാങ്ങേണ്ട വില കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനത്തിന്റെ ആ ലിസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ 4 കാര്യം അറിഞ്ഞിരിക്കണം. You have to answer 4 questions. 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. Number 1, ഒന്ന്, write this down please.
I'm going to compare it with the anointing now. ഇതൊന്ന് എഴുതി വെച്ചാൽ നല്ലതാ. ഒന്നാമത്തെ കാര്യം, Number one, do I need this particular item? എനിക്ക് സാധനം ആവശ്യമുണ്ടോ? Do I need this dal? എനിക്ക് പരിപ്പിന്റെ ആവശ്യമുണ്ടോ? Whatever is that item, do I need it? ഈ സാധനം എനിക്ക് ആവശ്യമുള്ളതാണോ? Number two, രണ്ടാമത്തെ കാര്യം, can I afford the price? എനിക്ക് ഇതിന്റെ വില എന്റെ കയ്യിലുണ്ടോ? Can I afford the price? ഇതിന്റെ വില മുടക്കുവാൻ എന്റെ കയ്യിൽ പണമുണ്ടോ? Number three, മൂന്നാമത്തെ കാര്യം, do I have a guarantee, a warranty for it? ഇത് വാങ്ങുമ്പോൾ ഈ സാധനത്തിന് ഏതെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? Do I have a warranty for it? ഇതിന് എനിക്ക് ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ലഭിക്കുന്നുണ്ടോ? Number four, നാലാമത്തെ കാര്യം, would I use it if I bought it? ഞാനിത് വാങ്ങിയാൽ ഞാനിത് ഉപയോഗിക്കുമോ? Would I use it if I bought it? ഞാനിത് വാങ്ങിയാൽ ഞാൻ ഉപയോഗിക്കുമോ? Now let me compare it with the anointing and show you the same four things. ഈ നാല് കാര്യം ഞാൻ ഇപ്പോൾ അഭിഷേകമായി താരതമ്യപ്പെടുത്തി പറയാൻ പോകുകയാണ്. Number one, ഒന്നാമത്തെ കാര്യം, I need this particular item. ഈ സാധനം എനിക്ക് ആവശ്യമുണ്ടോ? Let me ask you the question. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Do you need the anointing? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഒരു അഭിഷേകം? We desperately need the anointing, not just need it. We desperately need the anointing. നമുക്ക് വെറുതെ ഒരു അഭിഷേകം പോരാ, വളരെ ആകാംക്ഷാപൂർവമായ നിലയിൽ നമുക്ക് അതിന് ആഗ്രഹമുണ്ട്. Number two, രണ്ടാമത്തെ കാര്യം, can I afford the price? എനിക്ക് അതിനുള്ള വില മുടക്കുവാൻ കഴിയുമോ? Yes. തീർച്ചയായും. Why? Because the Holy Spirit is well worth the price you pay for getting the anointing. എന്തുകൊണ്ടെന്നാൽ നീ കൊടുക്കേണ്ട മൂല അതിനുള്ള വില ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിഞ്ഞു. Because when you get baptized in the Holy Spirit, people will leave you, elders will leave you, people who cannot understand you will leave you, but no problem. I'm willing to pay the price and lose everybody if I can gain the Lord. നീ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നവർ പലർ നിന്നിൽ നിന്ന് മാറിയെന്നിരിക്കാം, പല ജ്യേഷ്ഠ സഹോദരന്മാർ നിന്നെ വെറുത്തെന്നിരിക്കാം, പക്ഷേ നീ അതിനുവേണ്ടി ഒരു വില കൊടുക്കുവാൻ തയ്യാറായാൽ അത് നിനക്ക് നിശ്ചയമായി ലഭിച്ചിരിക്കും. The Holy Spirit is well worth the price because He is more greater than the price you pay to get the anointing. ആ അഭിഷേകത്തിന്റെ ശക്തിക്ക് വേണ്ടി നീ മുടക്കുന്ന വിലയേക്കാൾ എത്രയോ വലിയ വിലയാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത്. Let me tell you this. ഞാനൊരു കാര്യം പറയട്ടെ, without a PRICE price, there is no PRIZE price. PRICE വിലയില്ലെങ്കിൽ സമ്മാനമില്ല. Watch this. എന്താണ് അതിന്റെ അർത്ഥം? Many people ask me, Pastor, I want the anointing that you have. ചില ആൾക്കാർ എൻ്റെ അടുത്തിട്ട് എന്നോട് വന്നിട്ട് പറയും, പാസ്റ്റർ നിങ്ങളുടെ മേലുള്ള അഭിഷേകം എനിക്കും വേണം. I said, ഞാൻ പറയും, can you pay the price I paid to stand here? ഈ അഭിഷേകത്തിന് നിറവിൽ ഇവിടെ നിൽക്കുവാൻ വേണ്ടി ഞാൻ നല്ല വില മുടക്കിയിട്ടുണ്ട്, അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. I lost my only sister when she was 18 years old. 18 വയസ്സുള്ളപ്പോൾ എനിക്ക് എൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ടു. I lost my eldest brother, and 1 year later I lost my second eldest brother. ഒരു വർഷം എൻ്റെ മൂത്ത സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് ഒരു വർഷം കഴിയുന്നതിന് മുമ്പായി എൻ്റെ രണ്ടാമത്തെ സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടു. 4 years later I lost my father. 4 വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. And after 1.5 months I lost my mother. ഒരു 1.5 മാസത്തിന് ശേഷം എൻ്റെ പിതാവിന് ശേഷം എൻ്റെ മാതാവും ലോകത്തിൽ മാറ്റപ്പെട്ടു. 2 years ago I lost my brother's daughter. 2 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ മകൾ 19 വയസ്സുള്ള കുഞ്ഞിനെ എനിക്ക് നഷ്ടമായി. Can we pay the price? നിങ്ങൾ ഒരു വില കൊടുക്കാൻ തയ്യാറാകുമോ? Are you willing to pay the price for the price of the anointing? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നിറവിന് വേണ്ടി ഒരു വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? I did not come into this anointing just overnight. ഒരു രാത്രി കൊണ്ടല്ല കേട്ടോ ഞാൻ ആത്മനിറവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയത്. My brothers and sisters, you have to go through hell and eye water before God will anoint you. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ ആത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ഇന്ന് പലകാലം ആഗ്രഹിക്കുന്നു. Because if we get the anointing without the price, we will abuse the anointing and will kill ourselves and others. Thank God. But when you are tested, you are trusted. അഭിഷേകത്തിന്റെ നിറവ് ദൈവം നിന്റെ മേൽ പകരുമ്പോൾ നീ ഒരു വില കൊടുത്തില്ലെങ്കിൽ നീ അതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എപ്പോഴും ഒരു വില അതിനെ പ്രതീക്ഷിക്കുന്നു. If you want the anointing that will change the world, you have to go through personal loss of your fame, your name, your reputation, everything you may lose. But I tell you, it's worth losing. Paul says, I leave everything that is behind and I press forward for the prize of the upward call of God in Christ Jesus. ലോകത്തെ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നു.
അങ്ങനെയെങ്കിൽ ശക്തമായൊരു വില കൊടുപ്പാൻ നീ തയ്യാറാകണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴ നിമിത്തം, എന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി നിമിത്തം ഞാൻ പിമ്പിലുള്ള എല്ലാത്തിനെ ചപ്പം തണ്ണിക്കൊണ്ട് ഞാൻ ദൈവ തേജസ്സിന് വേണ്ടി വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. How many of you want the anointing? ഇത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിന് നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കരങ്ങൾ How many of you are ഉയർത്തി. wanting the anointing? എനിക്ക് അഭിഷേകം വേണം എന്ന് പറയുന്നവർ കരങ്ങൾ There is ഉയർത്തിയാണ്. a price. അതിന്റെ പിന്നിൽ ഒരു വിലയുണ്ട് കേട്ടോ. But the price is greater than the price. പക്ഷേ ആ വില എന്ന് പറയുന്നത് നിനക്ക് ലഭിക്കുന്ന സമ്മാനത്തെക്കാൾ ഒട്ടും വലുതല്ല. സമ്മാനമത്രേ വലുത്. One says ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, that the angel awakened me out of sleep and gave me a vision. ദൈവത്തിന്റെ ദൂതൻ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എനിക്കൊരു ദർശനം നൽകി എന്ന ഭാഗം വായിക്കുന്നു. Watch this. എന്താണത്? The prophet was sleeping. പ്രവാചകൻ ഇവിടെ ഉറങ്ങുകയാണ്. And the church is sleeping. ദൈവസഭ ഉറങ്ങുകയാണ്. As long as we sleep, we cannot have a vision. നാം ഉറങ്ങുന്നിടത്തോളം സമയം നമുക്കൊരു ദർശനം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. So God sent his angel to wake up the prophet, because visions don't come to sleeping people. Vision comes to people who are watching for the coming of Jesus Christ. ദൂതനെ അയച്ചവനെ ഉണർത്താൻ കാരണം ഉറങ്ങുന്നവനല്ല ദൈവം ദർശനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഉണർന്നിരിക്കുന്ന വ്യക്തിക്കത്രേ ദൈവം ദർശനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. So you have to be woken up from your sleep in order for you to receive the vision. ഇന്ന് പകൽ ഒരു ദർശനം നിനക്ക് വേണമോ, നീ നിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുവാൻ തയ്യാറാകണം. Amen. ആമേൻ. So the Bible says, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, there is no vision, the people cast off discipline. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് വചനം പറയുന്നു. Why? എന്തുകൊണ്ടാണെന്നറിയാമോ? No vision. എന്തുകൊണ്ടാണ് ദർശനമില്ല? Do you have a vision? നിങ്ങൾക്കൊരു ദർശനമുണ്ടോ? If I ask you what is your vision, can you tell me your vision? നിങ്ങളുടെ ദർശനം എന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? Do you have your vision statement from the Lord? നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വിഷന, നിങ്ങളുടെ ദർശനത്തെ പറ്റി ഒരു സെന്റൻസ് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? Have you got your vision written down? Put up your hands. എനിക്ക് യഥാർത്ഥമായിട്ട് ഒരു വിഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തുക. How many of you got your vision written down? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ചേ. How many of you know your vision? Put up your hands. എനിക്കത് ദർശനം അറിയാൻ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിക്കേ. So the first step is get vision from God. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആദ്യമായി ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ നിന്നൊരു ദർശനം പ്രാപിക്കുക. The anointing cannot come until you have a vision. നിങ്ങൾക്കൊരു ദർശനമില്ലാതെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയില്ല. Because what will you do with the anointing if you don't know what to do? കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ അഭിഷേകത്തിന്റെ നിറവിൽ നിങ്ങൾ എന്നാ ചെയ്യും? So the vision is number one. ഒന്നാമത്തെ കാര്യം ദർശനം അത്രേ. Several years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് God gave me the vision for my ministry. ദൈവം എനിക്ക് എന്റെ ശുശ്രൂഷയെ പറ്റി ദർശനം നൽകി. He said, I want you to reach 400 villages with the glorious gospel of Jesus Christ. My vision statement is touch the untouchable, reach the unreachable, love the unlovable with the glorious gospel of Jesus Christ. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, നീ 400 ഗ്രാമങ്ങളിൽ എന്റെ സുവിശേഷമായി എത്തണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു ദർശനം നൽകി. ആ ദർശനം അനുസരിച്ച് ഞാൻ എന്റെ വിഷനെ ഒരു സെന്റൻസിലാക്കി ഇങ്ങനെ പറഞ്ഞു, തൊടാത്തവരെ സ്പർശിക്കാത്തവരെ സ്പർശിക്കുക, ആമേൻ, സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുക, രക്ഷണ അനുഭവത്തിലേക്ക് വരാത്തവരെ അതിലേക്ക് നടത്തുക. Touch the untouchable, love the തൊടാൻ പറ്റാത്തവരെ തൊട്ടിട്ടില്ലാത്തവരെ തൊടുക, and reach the unreachable. ഇതുവരെയും എത്തിയിട്ടില്ലാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കുക. I am touching you today with the power of God. ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ സുവിശേഷം അവന്റെ ശക്തിയുമായി നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. I am reaching you today with the power of God. ഞാൻ ദൈവത്തിന്റെ ശക്തി നിങ്ങളെ സ്പർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. My vision is being fulfilled before my eyes. ഇന്ന് എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ എന്റെ ദർശനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is saying, I am bringing an anointing to reveal to you your vision for your ministry. ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ നടത്തുകയാണ്. Do you have a vision? ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു ദർശനമുണ്ടോ? Get your vision. ഇന്ന് പകൽ ആ ദർശനത്തെ പ്രാപിക്കുക. Because the devil is afraid of people who know where they are going.
കാരണം എവിടെയാണ് ഈ ജനം പോകുന്നതെന്ന് നോക്കി പിശാച് ഭയപ്പെടുകയാണ്. I know that I cannot die before winning 10 lakhs of people to Christ. 10 ലക്ഷം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കാനാണ് ഞാൻ പോകുന്നത് എനിക്കറിയാം. Why? എന്തുകൊണ്ടാണ്? Because God said you will win 10 lakhs of souls to Christ. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ 10 ലക്ഷം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുമെന്ന്. Can God lie? ദൈവത്തിന് നുണ പറയാൻ കഴിയുമോ? Certainly not. ഒരിക്കലുമില്ല. God has a plan for your life. ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി ഒരു പദ്ധതിയുണ്ട്. But if you're going to have the vision, you need to be awakened from your sleep. You need to have sensitivity. പക്ഷേ ഇന്ന് പകൽക്കാലം നിനക്ക് ആമേൻ ആ സത്യത്തിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് നീ നടത്തപ്പെടണമോ നിനക്കൊരു ദർശനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Now watch this. ശ്രദ്ധിക്കുക. Jesus said, he that has ears, let him hear what the Spirit is saying. യേശു പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവാത്മാവ് പറയുന്നത്. Does it mean that those people who are sitting there did not have ears? അതിന്റെ അർത്ഥം അവിടെ ഇരുന്നവരൊക്കെ ചെവിയില്ലാത്തവരാണെന്നാണോ അതിനർത്ഥം? Shut the lamp inside. നിന്റെ അകത്തുള്ള വെട്ടത്തെ ആരും മറച്ചു വെക്കാൻ സമ്മതിക്കരുത്. Let everyone see your light, my brother, my sister. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, നിന്നിലുള്ള വെട്ടം ജനം കാണട്ടെ. You have got the gospel to preach to the multitudes. God has got a whole nation of India ready. The Bible says the harvest is plenty, but the laborers are few. Get out and get the harvest. നിന്റെ ജീവിതത്തിലുള്ള വെട്ടത്തെ കാണുവാൻ ദൈവം ഇന്ത്യയെ മുഴുവൻ പാകപ്പെടുത്തിയിരിക്കുക. നീ നിന്നിലുള്ള വെട്ടവുമായി ഇറങ്ങുക. From the rooftops, from the parliament to the platform, you are the light. പാർലമെന്റ് മുതൽ നിന്റെ വീടിനകം വരെ നീ ദൈവത്തിന്റെ പ്രകാശമാണ്. The Bible says ദൈവത്തിന്റെ വചനം പറയുന്നു in Isaiah chapter 60 യെശയ്യാ പ്രവചനം 60-ാം അധ്യായം verse 1, 1-ാം വാക്യം പറയുന്നു, arise, shine, for your light has come. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. The light has come. പ്രകാശം വന്നിരിക്കുന്നു. 2000 years ago the light came. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശം വന്നു. I tell you, the problem is not whether the light has come. The problem is you have to arise and shine. പ്രകാശം വരാത്തതല്ല വിഷയം കേട്ടോ, നീ എഴുന്നേറ്റ് പ്രകാശിക്കാത്തതാ വിഷയം. The Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, arise and shine, for the light is come. Verse 2, for the glory of the Lord is risen upon you. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. For darkness covers the earth, but total darkness the people. ലോകം മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നീ പ്രകാശിപ്പാനായി എഴുന്നേൽക്കേണ്ടത് ആവശ്യമത്രേ. Now listen. ശ്രദ്ധിക്കുക. In verse 2, two things are mentioned. ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. Darkness covers the earth. അന്ധകാരം ലോകത്തെ മുഴുവൻ മൂടുന്നു. But total darkness covers the people. പക്ഷേ മുഴുവന്ധകാരവും മുഴു ജനത്തെ മൂടുന്നു. Now watch this. ഇതിനകത്ത് വ്യത്യാസം. Look at how God is differentiating. ശ്രദ്ധിക്കുക, ഇതിനകത്ത് ദൈവം ഒരു വ്യത്യാസം പറയുന്നു. He says darkness covers the earth. അന്ധകാരം ലോകത്തെ മുഴുവൻ മൂടുന്നു. But total darkness covers the people. പക്ഷേ ഭീകരമായ അന്ധകാരം മുഴുവന്ധകാരം ജനത്തെ മൂടുന്നു. Why? എന്താണ് അതിനർത്ഥം? Because the fight between God and the devil is over people. ദൈവവും പിശാചും തമ്മിലുള്ള ആക്രമണം ഈ ജനത്തിന് വേണ്ടിയുള്ളതാണ്. The devil is not after lions. പിശാച് സിംഹത്തിന്റെ പുറകെയൊന്നുമല്ല നടക്കുന്നത്. He is not after foxes. അവന് കുറുക്കന്മാരെ അല്ല ആവശ്യം വേണ്ടിയത്. He is after souls. അവൻ ജനത്തെ ആത്മാക്കളെ നോക്കിക്കൊണ്ട് നടക്കുന്ന പിശാച്. That is why he has covered the people with total darkness. അതുകൊണ്ട് പൂർണ്ണ അന്ധകാരം നിമിത്തം പിശാച് ജനത്തെ മൂടുവാൻ ആഗ്രഹിക്കുന്നു. And God is sending the lamp right into the darkness so that the people can see the light and come out of darkness into your light. അതുകൊണ്ട് ദൈവം അന്ധകാരത്തെ മാറ്റുവാൻ നിന്നെ പ്രകാശമായി ഈ അന്ധകാരം മൂടിയിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിലേക്കാണ് അയക്കുന്നത്. Now verse 3, are you ready for this? നിങ്ങളെല്ലാം ദയവായിട്ട് എനിക്കൊരു പ്രാർത്ഥിക്കണം. And kings shall come to the brightness of your rising. കർത്താവിന്റെ ശക്തിയാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. Satan, we are ready for you. പിശാചേ, നിനക്കെതിരായി ഞങ്ങൾ എഴുന്നേറ്റ് You നിൽക്കുകയാണ്. cannot stop the work of God. നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ കഴിയുകയില്ല. For the anointing is now double. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ തടയുവാൻ കഴിയുകയില്ല.